إن تدعوهم لا يسمعوا دعاءكم ولو سمعوا ما استجابوا لكم ويوم القيامة يكفرون بشرككم ولا ينبئك مثل خبير. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. സഹോദരങ്ങളെ, എന്നെയും നിങ്ങളെയും ഈ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച സർവശക്തനായ പടച്ചതമ്പുരാന്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ എന്നാശംസിക്കുകയാണ്. കരയുകയും വേദനിക്കുകയും നെടുവീർപ്പിടുകയും ചെയ്യുന്ന, കഷ്ടപ്പെടുകയും നഷ്ടപ്പെടുകയും ചെയ്യുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യമക്കൾക്ക് വേണ്ടി എല്ലാം ചെയ്യാൻ കഴിയില്ലെങ്കിലും ആവുന്നത് ചെയ്യാൻ പ്രതിജ്ഞയെടുത്ത പ്രിയപ്പെട്ട പ്രവർത്തകരെ, പടച്ചവൻ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും അലിവിന്റെയും ദയയുടെയും വാത്സല്യത്തിന്റെയും വികാരങ്ങൾ നമ്മളുടെ മനസ്സിലൂടെ കടന്നു വരികയാണ്. ഒന്ന് കരയാൻ നമുക്ക് തോന്നുന്നുണ്ട്. മംഫലൂത്തി ഒരു പുസ്തകം എഴുതി, കണ്ണീർ കണങ്ങൾ, അൽ അബറാത്ത്. അതിന്റെ മുഖക്കുറിപ്പിൽ നമുക്ക് വായിക്കാം, ദുരിതമനുഭവിക്കുന്നവർ ദുനിയാവിൽ ധാരാളം. എന്നെപ്പോലൊരു സാധുവിന് അവരുടെ ദുരിതവും ദുരന്തവും നീക്കുവാൻ സാധ്യമല്ല. അവർക്കായി അല്പം കണ്ണുനീർത്തുള്ളികൾ വീഴ്ത്തുകയാണ്. അതവർക്ക് ആശ്വാസവും സാന്ത്വനവുമായേക്കാം. ദയയും വാത്സല്യവുമുള്ള ഒരു മനസ്സിന്റെ പ്രതികരണമാണ്. ഭൂമി മുഴുവൻ, പ്രപഞ്ചം മുഴുവൻ പടച്ചതമ്പുരാന്റെ കാരുണ്യവും ദയയും വാത്സല്യവുമാണ്. നമ്മളിവിടെ വരും മുമ്പ് നമ്മളോട് ചോദിക്കാതെ, നമ്മളോട് ആവശ്യപ്പെടാതെ, നമ്മൾ അപേക്ഷിക്കാതെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഒരുക്കി തന്നവനാണ് പടച്ചവൻ. ആ അലിവിലും കനിവിലും ദയയിലും വാത്സല്യത്തിലുമാണ് നമ്മളെല്ലാം കഴിയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരോടും ദയയോടെ, വാത്സല്യത്തോടെ, കാരുണ്യത്തോടെ പെരുമാറാൻ നാം കൽപ്പിക്കപ്പെട്ടു. ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് മുഴുവൻ നിങ്ങൾ കരുണ കാണിക്കണം, എങ്കിൽ ആകാശലോകത്തുള്ള പടച്ചതമ്പുരാൻ നിങ്ങളോട് കരുണ കാണിക്കും. മൻ ലാ യർഹം ലാ യർഹം. കരുണ കാണിക്കാത്തവന് കരുണ ലഭിക്കുകയില്ല. റഹ്മാ യർഹമുഹുമുർ റഹ്മാൻ. കരുണ കാണിക്കുന്നവർക്ക് പരമകാരുണികനായ തമ്പുരാൻ കരുണ നൽകും. ലൈസ മിന്നാ മൻ ലം യർഹം സഗീറനാ വലം യുവക്കിർ കബീറനാ. മുതിർന്നവരെ മാനിക്കാത്ത, ഇളയവരെ ലാളിക്കാത്ത ഒരാളും നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. പ്രവാചക പ്രവരന്റെ പ്രഖ്യാപനങ്ങളാണ്. ലോകത്ത് പട്ടിണി കിടന്ന് മരിക്കുന്ന പതിനായിരക്കണക്കിന് ആളുകൾ ഇന്നുമുണ്ട്. രോഗവും ദുഃഖവും ദുരിതവും ദുരന്തവുമുണ്ട്. അപകടങ്ങളും അത്യാഹിതങ്ങളുമുണ്ട്. വസ്ത്രം ധരിക്കാൻ വകയില്ലാതെ, മരുന്ന് ലഭിക്കാതെ, അർഹമായ ചികിത്സ ലഭിക്കാതെ മരിച്ചൊടുങ്ങുന്നവരുണ്ട്. ക്രൂരരായ രാഷ്ട്രനായകന്മാർ ലോകത്ത് വിതച്ച നാശനഷ്ടങ്ങൾ എണ്ണിയാലൊടുങ്ങാത്തതാണ്. ഹിരോഷിമയിലും നാഗസാക്കിയിലും ഇട്ട ബോംബുകൾ, അതിന്റെ അനന്തരഫലങ്ങൾ, ഒടുങ്ങാത്ത യുദ്ധ ശ്രമങ്ങളുടെ, ആയുധ ശേഖരണങ്ങളുടെ വകയായി ലോകത്തിന് കിട്ടിയിട്ടുള്ള മഹാരോഗങ്ങൾ, അതിരുവിട്ട ലൈംഗിക അരാജകത്വത്തിന്റെ
അറ്റമില്ലാത്ത സുഖാസ്വാദന ശ്രമങ്ങളുടെ വകയായി നമുക്ക് ലഭിച്ചിട്ടുള്ള, ലോകത്തിൽ ലഭിച്ചിട്ടുള്ള ലൈംഗിക രോഗങ്ങൾ, അറിഞ്ഞുമറിയാതെയും വന്നുകൂടിയിട്ടുള്ള മാരകമായ മഹാമാരികൾ, രോഗങ്ങൾ, ഇങ്ങനെ വേദനകൾ, യാതനകൾ എമ്പാടുമുണ്ട്. അവർക്കിടയിലാണ് നാം ചിരിക്കുന്നത്, അവർക്കിടയിലാണ് നാം ഭക്ഷിക്കുന്നത്, അവർക്കിടയിലാണ് നാം ഉറങ്ങുന്നത്, അവർക്കിടയിലാണ് നാം വസ്ത്രം ധരിക്കുന്നത്. കിടപ്പാടമില്ലാതെ തെണ്ടി നടക്കുന്ന കടത്തിണ്ണയിൽ ഉറങ്ങാൻ വിധിക്കപ്പെട്ട മനുഷ്യർ, മഴയത്ത് ചോർന്നൊലിക്കാത്തൊരിടം തേടി വീടിന്റെ മുക്കുമൂലകളിലേക്ക് ഒളിച്ചു കളിക്കുന്ന, ഒതുങ്ങിക്കൂടുന്ന ദുർഭാഗ്യവാന്മാരായ മനുഷ്യന്മാർ, വേദന തിന്നുന്ന രോഗികൾ, അലമുറയിടുന്ന നിലവിളിക്കുന്ന രോഗികൾ, വിവാഹത്തിന്റെ കമ്പോളത്തിലേക്ക് കടന്നുവരാൻ കഴിയാതെ വിവാഹാഘോഷങ്ങളുടെ, ഉത്സവങ്ങളുടെ, പരിപാടികളുടെ, പദ്ധതികളുടെ അപ്പുറത്ത് വേദനയോടെ, നെടുവീർപ്പോടെ നോക്കി നിൽക്കുന്ന ലക്ഷലക്ഷക്കണക്കിന് സാധുക്കളായ സഹോദരിമാർ, ഒന്നോ രണ്ടോ ദിവസമോ മാസമോ വർഷമോ വിവാഹത്തിന്റെ ആദ്യത്തെ നാളുകൾ അനുഭവിച്ചതിന് ശേഷം കറിവേറ്റില പോലെ പുറത്തെറിയപ്പെട്ട സാധുക്കളായ വിവാഹമോചിതകൾ, അപകടമരണങ്ങളിലൂടെ, അകാല ചരമങ്ങളിലൂടെ എന്ന് സാധാരണ നമ്മൾ പറയാറുള്ള ചെറുപ്പത്തിൽ തന്നെ മരണത്തിലൂടെ, ഭർത്താക്കന്മാരുടെ വിയോഗത്തിലൂടെ വിധവകളായിത്തീർന്ന നമ്മുടെ സഹോദരിമാർ, ദുർബലമായ നിമിഷത്തിൽ പാപത്തിന്റെ ഫലം പേറി, അവിഹിത ഗർഭം പേറി വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ആത്മഹത്യയുടെ കയറിലോ വേശ്യത്തെരുവിലോ എത്തിച്ചേരുന്ന പാപികളായ സഹോദരിമാർ, എണ്ണിയാലൊടുങ്ങാത്ത ദുരന്തങ്ങൾ, ദുഃഖങ്ങൾ. ഈ ലോകത്താണ് നാം ചിരിക്കുന്നത്, ഇവർക്കിടയിലാണ് നാം പാട്ട് കേൾക്കുന്നത്, ഇവർക്കിടയിലാണ് നാം സിനിമ കാണുന്നത്, ഇവർക്കിടയിലാണ് നാം തമാശ പറയുന്നത്. ശരിയാണ്, ഒരു നൂറ്റാണ്ട് കാലം കോടിക്കണക്കിന് ആളുകൾ ശ്രമിച്ചാലും പരിഹരിക്കാനാവാത്ത ദുഃഖത്തിന്റെ പ്രശ്നങ്ങൾ, ദുരന്തത്തിന്റെ പ്രശ്നങ്ങൾ നമുക്കുണ്ട്. മക്കയിലെ മലമടക്കുകൾക്കിടയിൽ പ്രവാചക പ്രവരൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നയിച്ച വിപ്ലവം, അദ്ദേഹം തുടങ്ങിവെച്ച ശുദ്ധീകരണ സംസ്കരണ പ്രവർത്തനം നമുക്കോർക്കാം. ലോകത്തെ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും മതവിഭാഗങ്ങളുടെയും തമ്പുരാനായ പടച്ച തമ്പുരാനെ മാത്രം ആരാധിക്കണം, അവനോട് പ്രാർത്ഥിക്കണം, അവനെ പൂജിക്കണം, അവനെ വിശ്വസിക്കണം, അവൻ അംഗീകരിക്കണമെന്ന് പഠിപ്പിച്ചുകൊണ്ട് ഐക്യത്തിന്റെ, യോജിപ്പിന്റെ, സൗഹാർദ്ദത്തിന്റെ, സഹവർത്തിത്വത്തിന്റെ, സഹകരണത്തിന്റെ സന്ദേശവുമായി മുഹമ്മദ് നബി വന്നു. ഗോത്രപ്പകയും കുടിപ്പകയും തറവാടിത്ത മേധാവിത്വവും ചേരിയുടെ നാവിന്റെ പേരിലുള്ള പോരാട്ടങ്ങളും നിറഞ്ഞു നിന്ന ഒരു ലോകത്ത് കുല്ലുക്കും മിൻ ആദം, നിങ്ങളെല്ലാവരും ആദമിൽ നിന്ന്, വാദം മിൻ തുറാബ്, ആദമാകട്ടെ മണ്ണിൽ നിന്ന് എന്ന ഐക്യത്തിന്റെ സന്ദേശവുമായി, ഇന്ന റബ്ബക്കും വാഹിദ്, നിങ്ങളുടെ നാഥൻ ഒന്നാണ്, ഇന്ന അബാക്കും വാഹിദ്, നിങ്ങളുടെ പിതാവ് ഒന്നാണ്, കുല്ലുക്കും മിൻ ആദം, നിങ്ങളെല്ലാവരും ആദമിൽ നിന്ന്, വാദം മിൻ തുറാബ്, ആദമാകട്ടെ മണ്ണിൽ നിന്ന് എന്ന സന്ദേശവുമായി മുഹമ്മദ് നബി വന്നു. ലോകത്തെ മുഴുവൻ ജനങ്ങളെയും ഒന്നിപ്പിക്കണം, ലോകത്തെ മുഴുവൻ ജനങ്ങളെയും ഒന്നാക്കണം, നന്നാക്കണം. ഈ മഹിതമായ ദൗത്യമാണ് അദ്ദേഹത്തിന് നിർവഹിക്കാനുണ്ടായിരുന്നു. അത് മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും വൈകിപ്പോയ സഹോദരങ്ങൾ നബിയെയും അനുയായികളെയും അനുചരന്മാരെയും കല്ലെറിഞ്ഞു, ശപിച്ചു, തൊഴിച്ചു. ഭ്രാന്തനും അവിചാരകനും കള്ളനും കൊള്ളക്കാരനുമൊക്കെയായി മുദ്രകുത്തി. പാവപ്പെട്ട ഏതാനും അനുയായികൾ കൂടി അവർ വിശ്വസിച്ചു, അവർ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, അവർ സ്നേഹിക്കുവാൻ, സഹായിക്കുവാൻ, കരുണ കാണിക്കുവാൻ തയ്യാറായി. ഒന്നുമില്ലാത്ത ആ കാലം, ഉള്ളതെല്ലാം നഷ്ടപ്പെടുന്ന കാലം, ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ വീട്ടിൽ നിന്ന്, നാട്ടിൽ നിന്ന്, കടയിൽ നിന്ന്, കമ്പോളത്തിൽ നിന്ന് അട്ടിയിറക്കപ്പെടുന്ന സഹോദരങ്ങൾ, സ്വന്തത്തിന് തന്നെ വകയില്ലാത്ത ആ മനുഷ്യന്മാരോട് പടച്ചതമ്പുരാൻ പ്രഖ്യാപിക്കുന്ന, പടച്ചതമ്പുരാൻ ആഹ്വാനം നൽകുന്ന കാര്യം എന്താണ്? ഫലഖ്തഹമൽ അഖബ, ഇല്ല, ആ പ്രയാസകരമായ മലമ്പാതയിലൂടെ അവർ കടന്നുപോയിട്ടില്ല, അവൻ കടന്നുപോയിട്ടില്ല. വമാ അദ്റാക മൽ അഖബ, എന്താണ് ആ പ്രയാസകരമായ മലമ്പാത? ഫക്കു റഖബ, അടിമത്തമോചനം. ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്ഗബ, ദുരിതം പിടിച്ച ദിവസത്തിൽ തിന്നാൻ കൊടുക്കുക. യതീമൻ ദാ മഖറബ, അടുത്ത അനാഥക്ക്. ഔ മിസ്കീനൻ ദാ മതറബ, മണ്ണിനോട് പറ്റിക്കിടക്കുന്ന
അഗതിക്ക്. സുമ്മ കാന മിനല്ലദീന ആമനു, ഒപ്പം വിശ്വാസം ഉൾക്കൊള്ളുക. വതവാസോ ബിസ്സബ്രി, ക്ഷമിക്കാൻ ഉപദേശിക്കുക. വതവാസോ ബിൽ മർഹമ, ജീവകാരുണ്യ പ്രവർത്തനത്തെപ്പറ്റി പരസ്പരം ഉപദേശിക്കുക. ഇതാണ് സ്വർഗത്തിലേക്കുള്ള മലമ്പാതയായി, പ്രയാസകരമായ ചരമാർഗമായി പ്രപഞ്ചത്തിന്റെ തമ്പുരാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത്. സ്വന്തത്തിന് വകയില്ലാത്ത, സ്വന്തം സഹോദരങ്ങൾക്ക് തിന്നാൻ കൊടുക്കുവാൻ വകയില്ലാത്ത പട്ടിണിയുടെ പരിവട്ടത്തിന്റെ കാലഘട്ടം, ഉപരോധത്തിന്റെ, നിസ്സഹകരണത്തിന്റെ, ബഹിഷ്കരണത്തിന്റെ, അക്രമത്തിന്റെ, മർദ്ദനത്തിന്റെ കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് പടച്ച തമ്പുരാൻ ഇസ്ലാമിന്റെ മക്കളോട് പറയുന്നത്, സ്വർഗത്തിൽ പോകണമെങ്കിൽ അടിമകളെ മോചിപ്പിക്കണം. ലക്ഷക്കണക്കിന് ഉറുപ്പിക വിലയുള്ളവരാണ് അടിമകൾ. അടിമ ഒരു പ്രോപ്പർട്ടിയാണ്, അടിമ ഉടമയുടെ സമ്പത്താണ്. സ്ഥലം വാങ്ങുന്ന പോലെ, കട വാങ്ങുന്ന പോലെ, മറ്റു സമ്പത്ത് സ്വീകരിക്കുകയും ശേഖരിക്കുകയും ചെയ്യുന്ന പോലെയാണ് അടിമയെ വാങ്ങുന്നത്. അത്തരം അടിമകളെ കാശ് കൊടുത്തു വാങ്ങി പടച്ച തമ്പുരാന്റെ മാർഗത്തിൽ ദാനം ചെയ്തെങ്കിലേ, സ്വതന്ത്രരാക്കിയെങ്കിലേ സ്വർഗത്തിൽ പോകാൻ കഴിയൂ എന്ന സന്ദേശമാണ് അവിടെ കേൾക്കുന്നത്. അതുപോലെ സ്വന്തം ദുഃഖവും ദുരിതവും ദാരിദ്ര്യവും ഉണ്ടാകുമ്പോൾ, സ്വയം പട്ടിണി കിടക്കുമ്പോൾ ഉള്ളതിന്റെ ഒരു ഭാഗം പാവപ്പെട്ടവന് കൊടുക്കാൻ, അനാഥക്ക് കൊടുക്കാൻ കൽപ്പിക്കുകയാണ് പടച്ച തമ്പുരാൻ. ഈ ആഹ്വാനം മക്കയുടെ മലമടക്കുകൾക്കിടയിൽ അലച്ചപ്പോൾ പാവപ്പെട്ട, തല്ലുകൊള്ളുന്ന, ചാട്ടവാറടിയേൽക്കുന്ന, 24 മണിക്കൂറും തിരുവായിക്കെതിർവായില്ലാതെ എല്ലുമുറിയെ പണിയെടുക്കുവാൻ വിധിക്കപ്പെട്ട അടിമകൾക്ക് ഉണ്ടായ മാനസിക സന്തോഷം എത്രയാണ്! ഇതാ ഞങ്ങളെ രക്ഷിക്കുവാൻ മുഹമ്മദും അനുയായികളും വരുന്നു, ഞങ്ങളെ മോചിപ്പിക്കുവാൻ ഇതാ സത്യവിശ്വാസികൾ വരുന്നു, ഞങ്ങളെ രക്ഷിക്കുവാൻ ഇതാ പടച്ച തമ്പുരാന്റെ പട വരുന്നു എന്നും സത്യമായിരുന്നു. അതൊരു നിരാശയായിരുന്നില്ല, അത് വെറും ഒരു വ്യാമോഹമായിരുന്നില്ല, അത് സ്വപ്നമായിരുന്നില്ല, യാഥാർത്ഥ്യമായിരുന്നു. തല്ലുകൊള്ളുന്ന അടിമകൾ എവിടെയുണ്ടോ, എല്ലുമുറിയെ പണിയെടുക്കുവാൻ വിധിക്കപ്പെട്ട മോശക്കാരായ ദുഷ്ടരായ യജമാനന്മാരുടെ അടിമകളായ ആരെങ്കിലും ഉണ്ടോ, ആരെങ്കിലും കരയുന്നുണ്ടോ, വിഷമിക്കുന്നുണ്ടോ, വേദനിക്കുന്നുണ്ടോ, അവരെ രക്ഷിക്കുവാൻ മുഹമ്മദ് നബിയുടെ അനുയായികൾ വന്നു. സ്വയം പട്ടിണി കിടന്ന് മറ്റുള്ളവർക്ക് തിന്നാൻ കൊടുത്തു. ചുട്ടുപഴുത്ത മണൽക്കാട്ടിലൂടെ ബിലാൽ എന്ന ചെറുപ്പക്കാരനെ, ഒരു നീഗ്രോ അടിമയെ യജമാനന്മാരും മേലാളന്മാരും വലിച്ചെടുക്കുമ്പോൾ വയറ്റത്ത്, പുറത്ത്, നെഞ്ഞത്ത് കനമുള്ള കല്ല് കയറ്റിവെച്ചപ്പോൾ അവരെ മോചിപ്പിക്കുവാൻ ഇസ്ലാമിന്റെ സമരഭടൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു കടന്നു വന്നു. എത്രയെത്ര ഉദാഹരണങ്ങൾ! അങ്ങനെ സ്വയം പട്ടിണി കിടന്ന്, സ്വയം വിഷമിച്ച് എല്ലാം കൊടുക്കുവാനുള്ള സന്ദേശമാണ് നൽകുന്നത്. ഖുർആൻ ആവർത്തിച്ച് പറയുകയാണ്, കല്ലാ ബല്ലാ തുക്രിമൂനൽ യതീം വലാ തഹാല്ലൂന അലാ തുആമിൽ മിസ്കീൻ. ഇല്ല, നിങ്ങൾ അനാഥയെ ആദരിക്കുന്നില്ല, നിങ്ങൾ മറ്റുള്ളവർക്ക് തിന്നാൻ കൊടുക്കാൻ പ്രേരിപ്പിക്കുന്നില്ല, തിന്നാൻ കൊടുക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നില്ല. തഅകുലൂന തുറാസ അക്ലൽ ലമ്മ, നിങ്ങൾ ഒന്നാകെ അനന്തര സ്വത്ത് അടഞ്ചി തിന്നുകയാണ്, തിന്നു തീർക്കുകയാണ് എന്നിങ്ങനെയുള്ള വളരെയേറെ രൂക്ഷമായ വിമർശനങ്ങൾ. ആരോടാണ്? എല്ലാമുള്ളവരോടല്ല, പാവപ്പെട്ടവരോട്, അടിത്തട്ടുകാരോട്, ഇടത്തട്ടുകാരോട്, മേൽത്തട്ടുകാരോട്, എല്ലാവരോടുമായി. എല്ലാവർക്കും കരുണ ചെയ്യാനുള്ള അവസരം, എല്ലാവർക്കും സ്നേഹം പാലിക്കുവാനുള്ള അവസരം നൽകുകയാണ്. അതോടൊപ്പം മനുഷ്യരുടെ മോചനം, കഷ്ടപ്പെടുന്നവരുടെ മോചനം, അങ്ങനെ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി, വിശക്കുന്നവരുടെ ശബ്ദമായി, കഷ്ടപ്പെടുന്നവരുടെ ശബ്ദമായി, മർദ്ദനം അനുഭവിക്കുന്നവരുടെ ശബ്ദമായി, അടിമകളുടെ ശബ്ദമായി ഇസ്ലാം മാറുകയായിരുന്നു, മുഹമ്മദ് നബി മാറുകയായിരുന്നു. അവരുടെ മോചകനായി, അവരുടെ രക്ഷകനായി മുഹമ്മദ് നബി കടന്നു വരികയായിരുന്നു. തൗഹീദിനു വേണ്ടി, ഏകദൈവ വിശ്വാസത്തിനു വേണ്ടി, ഐക്യത്തിനു വേണ്ടി ശ്രമിക്കുന്ന മുഹമ്മദ് നബി ആ സമൂഹത്തിന്റെ ജീവൽ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു, ശ്രദ്ധിക്കുകയായിരുന്നു. ഒപ്പം, രണ്ടുമൊപ്പം, വിശ്വാസവും അതോടൊപ്പം വിശപ്പും കഷ്ടപ്പാടും മാറ്റാനുള്ള ശ്രമങ്ങളും എല്ലാം. മക്കയിലെ 13 കൊല്ലത്തെ നീറുന്ന നോവുന്ന ദുരനുഭവങ്ങൾ സത്യവിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ മാത്രം, പ്രപഞ്ചത്തിന്റെ തമ്പുരാനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞതിന് പേരിൽ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ബൗദ്ധനെയും ജൈനനെയും ഈശ്വരവിശ്വാസിയെയും നിരീശ്വരവാദിയെയും മൃഗങ്ങളെയും സകല സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിച്ച പടച്ച തമ്പുരാനെ, എല്ലാവരുടെയും നാഥനായ പടച്ചവനെ, എല്ലാവരുടെയും സ്രഷ്ടാവായ പടച്ചവനെ ആരാധിക്കണമെന്ന് പഠിപ്പിച്ചതിന്റെ പേരിൽ മലഞ്ചെരുവിലേക്ക് തള്ളിയകറ്റപ്പെട്ടു നബിയും അനുയായികളും. 2 വർഷക്കാലം പച്ചിലകൾ ചവച്ച് മരത്തിന്റെ തോലുകൾ അടർത്തിയെടുത്ത് വെള്ളത്തിൽ കുതിർത്തിയിട്ട് കഴിക്കുവാൻ അവർ നിർബന്ധിക്കപ്പെട്ടു, പച്ചവെള്ളം കുടിക്കുവാൻ അവർ നിർബന്ധിക്കപ്പെട്ടു. എല്ലാം അവർക്ക് നഷ്ടപ്പെടാൻ കാരണമായി. 13 കൊല്ലക്കാലത്തെ ജീവിതത്തിന് ശേഷം അവർ മദീനയിലേക്ക് പോവുകയാണ്, പലായനം നടക്കുകയാണ്. ഇവിടെ ഇനി രക്ഷയില്ല. അവർ കട്ടിട്ടില്ല, പിടിച്ചു പറിച്ചിട്ടില്ല, തമ്മാടിത്തം ചെയ്തിട്ടില്ല, താന്തോന്നിത്തം ചെയ്തിട്ടില്ല. പക്ഷേ
സത്യവിശ്വാസിയായി ജീവിക്കുവാൻ, പടച്ചതമ്പുരാനെ മാത്രം ആരാധിച്ചു ജീവിക്കുവാൻ, മുഹമ്മദ് നബി അനുസരിച്ച് ജീവിക്കുവാൻ അവർക്ക് സാധ്യമല്ല എന്ന നില വരികയാണ്. അവരെ തകർക്കാൻ, അവരെ തളർത്താൻ, അവരെ തല്ലാൻ, അവരെ കൊല്ലാൻ മനസ്സിലാകാത്ത മനുഷ്യർ ശ്രമിക്കുകയാണ്. സത്യം സ്വീകരിക്കുവാൻ വൈകിപ്പോയ മനുഷ്യർ ശ്രമിക്കുകയാണ്. അങ്ങനെ മദീനയിലേക്ക് പോവുകയാണ്. എന്താണ് മദീന? അത് വെറുമൊരു ഗ്രാമമാണ്. ഏതാനും വീടുകൾ, ഏതാനും ഇടത്തരക്കാർ, അല്പം മാത്രം പണക്കാർ, എല്ലാം നിറഞ്ഞ ഒരു നഗരം, ഒരു ഗ്രാമം. അവിടേക്കാണ് ഇവർ പോകുന്നത്. ആശ്വാസ കേന്ദ്രങ്ങളുണ്ടോ? അഭയാർത്ഥി കേന്ദ്രങ്ങളുണ്ടോ? ഇല്ല. ദുരിതാശ്വാസ കോളനികളുണ്ടോ? ഇല്ല. സ്കൂളോ കോളേജോ പള്ളിയോ പള്ളിക്കൂടമോ മറ്റെന്തെങ്കിലും ഉണ്ടോ? ഇല്ല. യാതൊന്നുമില്ല. പിന്നെ എങ്ങോട്ടാണ് അവർ പോകുന്നത്? മദീനയിൽ കുറെ മനുഷ്യന്മാരുണ്ട്, വിശ്വാസം സ്വീകരിച്ച മനുഷ്യന്മാർ. അവർ ക്ഷണിച്ചതാണ്, അവർ വിശ്വാസികളെ ക്ഷണിച്ചതാണ്, നബിയെയും അനുയായികളെയും ക്ഷണിച്ചതാണ്. മദീനയിലേക്ക് അവർ ചെല്ലുകയാണ്. ഉള്ളതെല്ലാം ഒഴിവാക്കി, പൊട്ടിയ വയറുമായി, കുഴിഞ്ഞ കണ്ണുമായി, തേഞ്ഞ ചെരുപ്പുമായി, മുനയൊടിഞ്ഞ വാളുമായി വിശ്വാസികളുടെ സംഘം മക്കയിൽ നിന്ന് 6-7 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം മദീനയിലേക്ക് വരികയാണ്. മദീനയിലെ മരങ്ങളുടെ മുകളിൽ കയറി നിന്ന്, മലഞ്ചെരുവിൽ നിന്ന് മദീന നിവാസികൾ നോക്കുകയാണ്. ഗൾഫിൽ നിന്ന് കരിപ്പൂരിൽ വിമാനമിറങ്ങുന്ന പെട്ടിയുമായി വരുന്ന ഒരാളെയല്ല നോക്കുന്നത്, വിനയോ പട്ടിണിയുമായി വരുന്ന, ഖുറൈശികളുടെ ക്രോധം ഏറ്റുവാങ്ങി വരുന്ന, ലോകത്തിന്റെ ശാപം ഏറ്റുവാങ്ങി വരുന്ന പാവപ്പെട്ട പടയെയാണ് അവർ നോക്കുന്നത്. മുഹമ്മദ് നബിയുടെ ഒട്ടകത്തിന്റെ തല കണ്ടപ്പോൾ പൂർണ്ണചന്ദ്രൻ ഇതാ ഉദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പാട്ടുപാടി ദഫുമുട്ടി പെൺകുട്ടികൾ സ്വീകരിച്ചു. എല്ലാം നഷ്ടപ്പെട്ട അഭയാർത്ഥികൾ, തെണ്ടികൾ എന്ന് നമ്മുടെ ഭാഷയിൽ പറയാം. 2 പുരുഷാരം, മക്കക്കാരും മദീനക്കാരും ആ താഴ്വരയിൽ മുഖാമുഖം നോക്കി നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു, തആഖൗ, നിങ്ങൾ സഹോദരങ്ങളാവുക. സഹോദര്യത്തിന്റെ ശീലുകൾ ഒരുപാട് കെട്ടവരാണ് നാം. ഭാരതം എന്റെ നാടാണ്, എല്ലാ ഭാരതീയരും എന്റെ സഹോദരന്മാരാണെന്ന് പ്രതിജ്ഞയെടുത്ത് പുറത്തേക്കിറങ്ങി ബസ്സുകൾ തകർക്കുന്ന രാഷ്ട്രീയ കോമര കുട്ടികളെയാണ് നാം പലപ്പോഴും കാണുന്നത്. ചോര കൊണ്ട് പകതീർക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെയും മതമേധാവികളെയും അനുയായികളെയും മതഭ്രാന്തന്മാരെയുമാണ് പലപ്പോഴും നാം കാണുന്നത്. എല്ലാവർക്കും പറയാനുള്ളത് ഭാരതം എന്റെ നാടാണ്, എല്ലാവരും എന്റെ സഹോദരന്മാരാണ്. സഹോദര്യത്തിന്റെ ശീലുകൾ പലതും കെട്ടവരാണ് നാം. ഇതാ മനുഷ്യവംശത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മഹത്തായ സാഹോദര്യത്തിന്റെ സന്ദേശം അവിടെ കേൾക്കുകയാണ്. ഇവർ സഹോദരങ്ങളല്ല, ഇവർ നാട്ടുകാരല്ല, ഇവർ ഒരു വർഗമല്ല, വിഭാഗമല്ല, ഗോത്രമല്ല. പരസ്പരം ഗോത്രമാഹാത്മ്യത്തിന്റെ പേരിൽ തല്ലുകൂടി മാത്രം പരിചയമുള്ള, കൊന്നുമാത്രം പരിചയമുള്ള, ചോരയുടെ ചേരിയുടെ വമ്പും വിമ്പും പറഞ്ഞ് പൊങ്ങച്ചെന്നടിച്ച് മാത്രം പരിചയമുള്ള ജനങ്ങളതാ ഒരു പുതിയ സഹോദര്യത്തിന്റെ ശബ്ദം കേൾക്കുകയാണ്. എന്താ? ഒരു കുടുംബം ഒരു കുടുംബത്തെ സഹായിക്കുക. തആഖൗ, നിങ്ങൾ സഹോദരങ്ങളാകണം. ഒറ്റ കൽപ്പന. മദീന നിവാസികൾ ഓരോരുത്തരും മക്കയിൽ നിന്ന് വീടും നാടും പണവുമില്ലാതെ പട്ടിണിയുമായി മാത്രം കടന്നു വന്ന ആളുകളെ ഏറ്റെടുക്കുകയാണ്. എവിടേക്കാ കൊണ്ടുപോകുന്നത്? സെന്ററുകളിലേക്കല്ല, ആശുപത്രികളിലേക്കല്ല, അഭയാർത്ഥി ക്യാമ്പുകളിലേക്കല്ല, കോളനികളിലേക്കല്ല, പിന്നെയോ സ്വന്തം വീടുകളിലേക്ക്. ഉണ്ണാനില്ലാത്ത, ഉടുക്കാനില്ലാത്ത, കിടക്കാനില്ലാത്ത ആ സഹോദരങ്ങൾക്കെല്ലാം നൽകാൻ. എന്ത് നൽകാൻ? കരൾ പറിച്ചു കൊടുക്കാൻ. പട്ടിണിക്ക് പകരം പട്ടിണി ദാനം ചെയ്യാൻ, മുഴുപ്പട്ടിണിക്ക് പകരം അരപ്പട്ടിണി നൽകാൻ, മുഴുവൻ ഉറക്കത്തിന് പകരം അരയുറക്കമെങ്കിലും നൽകാൻ, മുഴുവൻ വിശ്രമത്തിന് പകരം അരവിശ്രമെങ്കിലും നൽകാൻ. 2 വീടുള്ളവർ 1 വീട് ഒഴിഞ്ഞു കൊടുക്കുന്നു, മാളികയുള്ളവർ മാളിക ഒഴിഞ്ഞു കൊടുക്കുന്നു, 2 മുറിയുള്ളവർ 1 മുറി ഒഴിഞ്ഞു കൊടുക്കുന്നു, 1 റൂം മാത്രമുള്ളവർ പകുതി ഈത്തപ്പന ഓല കൊണ്ട് മറച്ച് അടുത്ത കുടുംബത്തിന് താമസിക്കാൻ കൊടുക്കുന്നു. ഭാര്യയും ഭർത്താവും തമ്മിൽ ഒന്ന് സംസാരിക്കുവാൻ പോലും പറ്റാത്ത വിധം, ഒന്ന് സല്ലപിക്കുവാൻ പോലും പറ്റാത്ത വിധം, ഒരു വിരൽ സ്പർശം നടത്തുവാൻ പോലും പറ്റാത്ത വിധം അടുത്ത കുടുംബം താമസിക്കുകയാണ്. മക്കയിൽ നിന്ന് വന്ന കുടുംബം. എന്താണിത്? എന്തിന്റെ പേരിലാണിത്? എന്താണ് ഈ ത്യാഗത്തിന്റെ ലക്ഷ്യം? എന്താണ് ഈ ത്യാഗത്തിന്റെ പ്രേരകം? വളരെ വ്യക്തമാണ്. അവർക്കൊന്നും നേടാനില്ല. വോട്ട് ബാങ്കുകൾ അവരുടെ മുന്നിലില്ല, ഭരണയന്ത്രത്തിന്റെ ചുക്കാൻ പിടിക്കുവാനുള്ള താല്പര്യങ്ങളില്ല, ബിസിനസ് താല്പര്യങ്ങളില്ല. ഇത് പേയിങ് ഗസ്റ്റ് അല്ല. പിന്നെയോ പട്ടിണിപ്പാവങ്ങളെ സ്വന്തത്തെ പോലെ കരുതി,
സ്വന്തമായി ഏറ്റെടുക്കുവാനാണ് അവർ തയ്യാറായിരിക്കുന്നത്. ഓരോ കുടുംബവും ഓരോ കുടുംബത്തെ ഏറ്റെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ കുടുംബത്തിനും ഓരോ കുടുംബത്തെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോ വ്യക്തിക്കും ഓരോ വ്യക്തിയെ സഹോദരനായി സഹോദരിയായി നിശ്ചയിച്ചു കൊടുത്തു. അങ്ങനെ തികച്ചും ധർമ്മത്തിന്റെ കർമ്മം നിർവഹിച്ചുകൊണ്ട് ഒരു പുതിയ തലമുറ അവിടെ വളർന്നു വരികയാണ്. ഓരോ കുടുംബവും ഓരോ കുടുംബത്തെ ഏറ്റെടുത്തു. ആയിരക്കണക്കിന് ആളുകൾ പെട്ടെന്നൊരു ഗ്രാമത്തിലേക്ക് വരികയാണ്. തൊഴിലുണ്ടോ? പണമുണ്ടോ? ഇല്ല. പിന്നെയോ ഉള്ളത് കൊടുക്കുകയാണ്, എല്ലാം കൊടുക്കുകയാണ്. എത്രത്തോളം ത്യാഗത്തിന്റെ മഹിതമായ ഉദാഹരണങ്ങളാണ് അവിടെ നാം കാണുന്നത്. സമ്പത്തിന്റെ പകുതി കൊടുക്കാൻ തയ്യാറാകുന്ന ധർമ്മിഷ്ഠന്മാരായ ആളുകൾ, സ്വന്തം വീട്ടിൽ ബന്ധുക്കളല്ലാത്ത, പരിചയക്കാരല്ലാത്ത, വിരുന്നുകാരല്ലാത്ത, പുതിയാപ്പിളമാരല്ലാത്ത, പ്രസ്ഥാന ബന്ധുക്കളല്ലാത്ത, പാർട്ടി ബന്ധുക്കളല്ലാത്ത അപരിചിതരായ ആളുകളെ താമസിപ്പിക്കുവാൻ ഉള്ള മനോവിശാലത, വിശ്വാസമാണ് അതിന്റെ പ്രേരകം, മറ്റൊന്നുമല്ല, പബ്ലിസിറ്റിയല്ല. അതൊരു പുതിയ ചരിത്രമാണ്. അഭൂതപൂർവമായ മനോവിശാലതയാണ്, ഹൃദയവിശാലതയാണ് നാം അവിടെ കണ്ടത്. മദീനയിൽ ഒരു പുതിയ ചരിത്രം ആരംഭിക്കുകയാണ്. പള്ളിയുണ്ടാവുകയാണ്. അഭയാർത്ഥികളുടെ അഭയകേന്ദ്രമായി മദീന മാറുമ്പോൾ ചരിത്രം തുടരുകയാണ്. മക്കയിൽ നിന്ന് വന്ന അഭയാർത്ഥികൾക്ക് പിറകെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചവർ വിഷമം അനുഭവിച്ചപ്പോൾ, മർദ്ദനം അനുഭവിച്ചപ്പോൾ അവരുടെ അഭയകേന്ദ്രമായി മാറി. എന്നും അവിടെ പിരിവായി, എന്നും അവിടെ ദാനമായി. ഭക്ഷണം കിട്ടാത്ത ആളുകൾ ഒട്ടിയ വയറുമായി, കുഴിഞ്ഞ കണ്ണുകളുമായി, തേഞ്ഞ ചെരുപ്പുമായി അവർ വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിന്മേൽ കയറുന്നു, പ്രസംഗപീഠത്തിന്മേൽ കയറുന്നു. ഇതാ നിങ്ങളുടെ സഹോദരങ്ങൾ, അവർക്കുടുക്കണം, അവർക്കുണ്ണണം, അവർക്കുറങ്ങണം, സൗകര്യം ചെയ്തു കൊടുക്കണം. ആ മനുഷ്യന്മാർ, മദീനയിൽ വന്ന മനുഷ്യന്മാർ, മദീനയിലുള്ള മനുഷ്യന്മാർ ഉടനെ വീടുകളിലേക്ക് ഓടുകയാണ്, അവിടെയുള്ളതെല്ലാം എടുത്തുകൊണ്ടുവരാൻ. അങ്ങനെ ഭക്ഷണത്തിന്റെയും വസ്ത്രത്തിന്റെയും കൂമ്പാരം പള്ളിക്കൂമ്പിൽ കുന്നുകൂടുകയാണ്. ഉപയോഗിച്ച് ഒഴിവാക്കിയ, വലിപ്പമില്ലാത്തതിന്റെ പേരിൽ ഒഴിവാക്കിയ വസ്ത്രങ്ങളല്ല, കഴിച്ച് ബാക്കി വന്ന ഭക്ഷണമല്ല, ആവശ്യത്തിലപ്പുറമുള്ള പണമല്ല, പിന്നെയോ കരൾ പറിച്ചു കൊടുക്കുകയാണവർ. ആ സാഹോദര്യ ബന്ധം, അനിതര സാധാരണമായ സേവന തൽപരതയാണ് നാം അവിടെ കണ്ടത്. വീണ്ടും വീണ്ടും അഭയാർത്ഥികൾ വരികയാണ്. ഒരു സഹോദരൻ വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. ആളുകളൊക്കെ പിരിഞ്ഞു പോയിട്ടുണ്ട്, നമസ്കാരം കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് സലാം പറഞ്ഞു. അയാൾക്ക് വിശക്കുന്നുണ്ട്. അയാൾ ആരാണ്? എവിടുത്തുകാരനാണ്? അതൊന്നുമല്ല പ്രശ്നം, വിശക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാർക്ക് വേണ്ടി പണിയൊഴിപ്പിച്ചിട്ടുള്ള വീടുകളിൽ, ഭാര്യമാർ താമസിക്കുന്നിടങ്ങളിലേക്ക് ചെന്നു. ഓരോ ഭാര്യയുടെ അടുക്കലും ചെന്ന് ചോദിച്ചു, വല്ലതും ഉണ്ടോ? ഇല്ല, 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 എവിടെയും ഒന്നുമില്ല, ഒന്നുമില്ല. 9 വീടുകൾ, അവിടങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ ഒന്നുമില്ല. വെച്ചുണ്ടാക്കാൻ സമയമില്ലാഞ്ഞിട്ടാണോ? അല്ല. പിന്നെയോ മാവില്ല, അരിയില്ല, ഗോതമ്പില്ല, ചോളമില്ല, വെറും വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പോ ഒരു സഹാബി അതിലെ കടന്നു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ ഈ സഹോദരനെ ഏൽപ്പിച്ചു കൊടുത്തു. ഇവർ രണ്ടുപേരും ചെല്ലുകയാണ്. വീട്ടിൽ ചെന്ന് വീട്ടുകാരൻ പറയുകയാണ്, ഇതാ റസൂലിന്റെ വിരുന്നുകാരൻ. ഇത് റസൂലിന്റെ വിരുന്നുകാരനാണോ? പ്രവാചകന്റെ വിരുന്നുകാരനാണോ? അല്ല. പിന്നെയോ പട്ടിണി കിടക്കുന്ന ഒരു മനുഷ്യൻ. അയാൾ ആരാണ്? വിരുന്നുകാരനാണ്. പട്ടിണി കിടക്കുന്നവനെ വിരുന്നുകാരനായി മനസ്സിലാക്കുവാനുള്ള ഒരു പുതിയ ശബ്ദമാണ്, പുതിയ സന്ദേശമാണ്, പുതിയ അർത്ഥമാണ് ഇസ്ലാം നൽകുന്നത്. ഓ, പറഞ്ഞേക്കാൻ കണ്ട നേരം എന്നാണോ ആ സ്ത്രീ പറഞ്ഞത്? അല്ല. പിന്നെയോ കുട്ടികൾക്ക് എടുത്തു വെച്ചതുണ്ട് ഭക്ഷണം, അത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഭക്ഷണമല്ല. വീട്ടുകാരനും വീട്ടുകാരിക്കുമെന്ന് ഭക്ഷണമില്ല, പട്ടിണിയാണ്. കുട്ടികൾക്കുള്ളതുണ്ട്. ഇയാൾ പറയുന്നു കുട്ടികൾ ഉറക്കാൻ, താരാട്ട് പാടി ഉറക്കി. ഭക്ഷണം വിളമ്പാൻ പറയുന്നു. കുട്ടിക്കുള്ള ഭക്ഷണം എല്ലാവർക്കും തികയില്ല. വിളക്ക് കെടുത്താനാണ്, തന്ത്രത്തിൽ വിളക്ക് കെടുത്താനാണ് സ്ത്രീയോട് പുരുഷൻ പറയുന്നത്, ഭർത്താവ് ഭാര്യയോട് പറയുന്നത്. അങ്ങനെ വിളക്ക് കെടുത്തി. അപ്പോൾ വീട്ടുകാരൻ തിന്നുന്നില്ല എന്ന് വിരുന്നുകാരന് മനസ്സിലാകുന്നില്ല. എന്നിട്ട് വിരുന്നുകാരനെ കൂട്ടി. ആരാണ് ഈ വിരുന്നുകാരൻ? തെണ്ടി വന്നവൻ. ഇത് ത്യാഗത്തിന്റെ മതമാണ്. ഇത് ത്യാഗത്തിന്റെ സന്ദേശമാണ്. പരിക്കുകളേൽക്കുന്ന ത്യാഗത്തിന്റെ സന്ദേശം. യുദ്ധപരമ്പരകൾ തുടരുകയാണ്.
ഓരോ യുദ്ധം കഴിഞ്ഞ് മടങ്ങുമ്പോഴും കൈകാലുകൾ മുറിഞ്ഞവശരായ മനുഷ്യരുണ്ടാകുന്നു. ജീവൻ നഷ്ടപ്പെട്ട മൃതദേഹങ്ങൾ അവിടെ തന്നെ കബറടക്കം ചെയ്യുന്നു. അവരുടെ ഭാര്യമാർ വിധവകളാകുന്നു. അവരുടെ മക്കൾ അനാഥരാകുന്നു. 27 യുദ്ധങ്ങൾ. ഒരൊറ്റ പെണ്ണും തെണ്ടിയില്ല. ഒരൊറ്റ സഹോദരിയും വേശ്യാലയത്തിലെത്തിയില്ല. ഒരൊറ്റ സഹോദരിയുടെയും വീട്ടിൽ അനാഥത്വമുണ്ടായില്ല, അരക്ഷിതാവസ്ഥയുണ്ടായില്ല. പിന്നെയോ ഓരോ സഹോദരിമാരെയും ഓരോ വിധവകളെയും ആ അനുയായികൾ ഏറ്റെടുത്തു, വിവാഹം കഴിച്ചു. ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും നൽകി, സുരക്ഷിതത്വം നൽകി, ഭാര്യ എന്ന പദവിയും നൽകി, ഭർത്താവ് എന്ന ഉദ്യോഗം ഏറ്റെടുത്തു. ഉള്ളവർ വീണ്ടും വീണ്ടും ഏറ്റെടുത്തു. അങ്ങനെ ജീവിതം തന്നെ പങ്കുവെക്കാൻ തയ്യാറായി. ആ സഹോദരിമാർ, ആ സഹോദരന്മാരുടെ ഭാര്യമാർ അവരുടെ ദിവസം പങ്കുവെക്കാൻ തയ്യാറായി, അവരുടെ ജീവിതം പങ്കുവെക്കാൻ തയ്യാറായി, അവരുടെ വിഷമങ്ങളും വേദനകളും ഏറ്റുവാങ്ങാൻ തയ്യാറായി. ഭർത്താവില്ലാത്തൊരു സഹോദരിക്ക് ജീവിതം നൽകാൻ വേണ്ടി ഭർത്താവിന്റെ ജീവിതത്തിന്റെ പകുതി ഭാഗം മറ്റൊരു സ്ത്രീക്ക് നൽകുവാൻ തയ്യാറായ ത്യാഗത്തിന്റെ കഥയാണ് നാം കേൾക്കുന്നത്. വിധവകളുടെ സേവകൻ, പടച്ച തമ്പുരാന്റെ മാർഗത്തിൽ സമരം ചെയ്യുന്ന ഭടനാണ്. രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ച് തഹജ്ജുദ് നമസ്കരിക്കുന്നവനെ പോലെ, എല്ലാ ദിവസവും നോമ്പെടുക്കുന്നവനെ പോലെ പ്രതിഫലം വാങ്ങുന്നവനാണ് വിധവകളുടെ സേവകൻ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു. അതിന്റെ ഫലമായി ആ നാട്ടിലെ മുഴുവൻ വിധവകളെയും ഏറ്റെടുക്കുവാൻ ആളുകളുണ്ടായി. ആണുങ്ങളെ ഇറക്കുമതി ചെയ്തില്ല, ഉള്ളവർ തന്നെ ഏറ്റെടുക്കുകയായിരുന്നു. അങ്ങനെ ജീവിതത്തിന്റെ സമാധാനത്തിനും ശാന്തിക്കും പുതിയൊരർത്ഥതലം നൽകിക്കൊണ്ട് ത്യാഗത്തിൽ മുക്കിപ്പൊരിച്ചൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ തയ്യാറായി. പണമില്ലാത്ത, പട്ടിണിയുള്ള, അരപ്പട്ടിണിയുള്ള ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കുവാൻ പാടുപെടുന്ന ആളുകളാണ് വീണ്ടും 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 വിധവകളെ ഏറ്റെടുക്കുന്നത്. ആ വിധവകളുടെ അനാഥരായ മക്കളെ ഏറ്റെടുക്കുന്നത്. പട്ടിണിക്കുമേൽ പട്ടിണി അവര് സഹിക്കുവാൻ തയ്യാറാകുന്നത്. എത്രത്തോളം 3-4 ദിവസമായി, 4-5 ദിവസമായി, 10-15 ദിവസമായി തീ പൂട്ടാത്ത അടുപ്പുകൾ, 3 മാസക്കാലം തീ പൂട്ടാത്ത അടുപ്പുകളായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ വിശേഷിപ്പിക്കുന്നു, പറഞ്ഞു തരുന്നു. ആരാണവർ? ലോകഗുരുവായ മുഹമ്മദ് നബിയുടെ വീടുകളാണത്. അവിടെയാണ് പട്ടിണി വന്നത്. എന്തുകൊണ്ട് വന്നു? പണിയെടുക്കാതെ പള്ളിമൂലകളിൽ തസ്ബീഹുമാലയുമായി കഴിഞ്ഞുകൂടിയതിന്റെ പേരിലാണോ? അല്ല. പിന്നെയോ ഉള്ള ഭക്ഷണം മറ്റുള്ളവർക്ക് കൊടുക്കാൻ തയ്യാറായതിന്റെ പേരിൽ. അങ്ങനെ വിഷമിക്കുന്ന, വേദനിക്കുന്ന മനുഷ്യർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വീട്ടിൽ ചെന്നു ഭക്ഷണം കഴിക്കാൻ. അവിടെ ഒന്നുമില്ല. നബിയുടെ അടുത്ത വീട്ടിലേക്ക് ചെന്നു, അവിടെയും ഒന്നുമില്ല. നബിയുടെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അല്പം റൊട്ടിയുണ്ട്. കറിയുണ്ടോ? ഇല്ല. സുർക്കയുണ്ട്. കൊണ്ടുവാ. ആ സുർക്കയിൽ മുക്കി ഉണക്ക ചപ്പാത്തി കഴിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുർക്ക എത്ര നല്ല കറി എന്ന്. ആ നിലപാട്, ജീവിത നിലപാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അനുയായികളുടെയും ജീവിത നിലപാട്. ഈ മനുഷ്യന്മാർ നൽകിയ ത്യാഗം, അവർ ചെയ്ത ത്യാഗം വളരെ വലുതായിരുന്നു. ആ സമൂഹം ഒരു ചരിത്രം വിരചിച്ചു. ഇന്ന് നമുക്ക് നമ്മളിലേക്ക് മടങ്ങാം. കഷ്ടപ്പെടുന്നവരും വേദനിക്കുന്നവരും നഷ്ടപ്പെട്ടവരും എമ്പാടുമുണ്ട്. 20 ലക്ഷം വേശ്യകൾ ഇന്ത്യ രാജ്യത്ത് ഔദ്യോഗികമായുണ്ട്. അനൌദ്യോഗികമായ കണക്കതിലധികമാണ്. എന്തുകൊണ്ടവർ വേശ്യകളായി? അവർ വേശ്യകളാകാൻ ആഗ്രഹിച്ചവരാണോ? മിക്കവരും അല്ല. സാഹചര്യങ്ങൾ, സമ്മർദ്ദങ്ങൾ. അവർ കുറ്റവാളികളാണ്, അവർ പാപികളാണ്, അവർ തെറ്റുകാരാണ്. തീർച്ചയായും ഇസ്ലാമിക ഗവൺമെന്റ് ഉണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കുക തന്നെ ചെയ്യും. പക്ഷേ അവർ മാത്രമാണോ പാപികൾ? അവർ മാത്രമാണോ പാപത്തിന് ഉത്തരവാദികൾ? വ്യഭിചാരത്തിന് വിധേയയായ ഒരു സ്ത്രീയെ കല്ലെറിയാൻ കൊണ്ടുവന്നപ്പോൾ യേശു പറഞ്ഞില്ലേ, പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന്? ആരെങ്കിലും എറിഞ്ഞോ? ഇല്ല. പറഞ്ഞു വന്നത് നമ്മുടെ സമൂഹത്തിൽ രക്ഷപ്പെടുത്തുവാൻ ആളില്ലാതെ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട് വേശ്യാലയത്തിൽ എത്തിപ്പെടുന്ന, അല്ലെങ്കിൽ ആത്മഹത്യയുടെ കയറിലെത്തിപ്പെടുന്ന ധാരാളം സഹോദരിമാരുണ്ട്. 5 ലക്ഷത്തിൽ പരം സ്ത്രീകളാണ് കേരളത്തിലധികം പുരുഷന്മാരെക്കാൾ. എന്തുണ്ട് പരിഹാരം? എന്തുണ്ട് പരിഹാരം? കൊന്നുകുഴിച്ചിടാൻ പറ്റുമോ? സ്ത്രീധനം വലിയൊരു ദുരന്തമായി വളർന്ന് പടർന്ന് പന്തലിക്കുകയാണ്. സ്ത്രീധനം ഗവൺമെന്റ് നിരോധിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ ഗവൺമെന്റാണ് നിരോധിച്ചത്.
നമ്മളാണ് അംഗീകരിച്ചത്, നമ്മളാണ് വോട്ട് ചെയ്തത്, എല്ലാവരും കൈയടിച്ചിട്ടുണ്ട്. പക്ഷേ വാങ്ങുന്നില്ലേ, കൊടുക്കുന്നില്ലേ? സ്ത്രീധനം വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്ന കല്യാണങ്ങളിൽ പള്ള നിറച്ച് തിന്ന് ഏമ്പക്കം വിട്ടു പോഴുന്നില്ലേ? ഉളുപ്പില്ലാത്ത മൃഗങ്ങളുടെ രീതിയിൽ ഉണ്ട്. എന്തുകൊണ്ടാണിത്? വളരുകയാണ് സ്ത്രീധനം, തളരുകയല്ല. സ്ത്രീധനത്തിനെതിരെ മഹാപ്രസ്ഥാനങ്ങളെമ്പാടുമുണ്ട്. പക്ഷേ സ്ത്രീധനം വാങ്ങാത്ത ആയിരക്കണക്കിന് യുവാക്കൾ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിലും സ്ത്രീധനം വാങ്ങുന്ന 10,000-ങ്ങളും ലക്ഷങ്ങളും ഇവിടെയുണ്ട്. കഴിഞ്ഞ വർഷം 15 കൊടുക്കാമെന്ന് പറഞ്ഞവർ ഇന്ന് 20 കൊടുക്കാമെന്നാണ് പറയുന്നത്. സ്ത്രീകൾക്ക് വയസ്സായിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ തുടുപ്പും കൊഴുപ്പും മിനുസവും ചിരിയും കളിയും തമാശയും കുറഞ്ഞു നേർത്തില്ലാതായി ഒരു ചെറു ചിരിയിൽ, ഒരു മങ്ങിയ മ്ലാനമായ ചിരിയിൽ അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവർ സ്വപ്നം കാണുകയും പിന്നീട് സ്വപ്നം കാണുന്നത് പോലും നിർത്തി നെടുവീർപ്പിടുകയും ചെയ്യുന്ന സഹോദരിമാർ ദിവസങ്ങളും മാസങ്ങളും കൊല്ലങ്ങളും കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോൾ കഴുക്കോലണ്ണിക്കഴിയുന്ന സഹോദരിമാർ അവരുടെ മുന്നിലൂടെ അവരെക്കാൾ 10-15 പ്രായം കുറഞ്ഞ തരുണികളായ യുവതികൾ, 17കാരികൾ, 18കാരികൾ വിവാഹത്തിന്റെ ആഘോഷത്തിന്റെ പാട്ടുമായി, ബിരിയാണിയുടെ മണവുമായി, മൈലാഞ്ചിയുടെ ചൊപ്പുമായി, പണ്ടത്തിന്റെ ശബളിമയുമായി കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ വേദന, അവരുടെ വിഷമം അവരെങ്ങനെ പറയും? തന്റെ വികാരം ചിരിയിലൂടെ പാസാക്കുന്ന കഴുതയെ നാം കാണുന്നു, ഓരിയിടുന്ന പട്ടികളെ നാം കാണുന്നു, പാടുന്ന കുയിലുകളെ നാം കാണുന്നു. പക്ഷേ നമ്മുടെ സഹോദരിമാരുടെ ശാരീരികമായ ദാഹമോഹങ്ങളെക്കുറിച്ച് പാടാൻ, അതൊന്ന് പ്രകടിപ്പിക്കാൻ, കരയാൻ അവർക്ക് അവകാശമുണ്ടോ? ഇല്ല. ആ വേദന കാണേണ്ടതില്ലേ? അവരുടെ വിഷമം നാം അറിയേണ്ടതില്ലേ? ഉണ്ട്, തീർച്ചയായും. സ്ത്രീധനം വാങ്ങുന്ന, സ്ത്രീധനം കൊടുക്കുന്ന, സ്ത്രീധനം വാങ്ങുന്ന വിവാഹങ്ങളിൽ പങ്കെടുക്കുന്ന, അത്തരം വിവാഹങ്ങളിൽ കാർമ്മികത്വം വഹിക്കുക എന്ന പേരിൽ അവിടെ ചെന്ന് അണിഞ്ഞൊരുങ്ങിയിരുന്ന് പ്രസംഗിക്കുന്ന, നിലവിളക്ക് കൊളുത്തുന്ന, നിറപറ നിറക്കുന്ന, മെഴുകുതിരി കത്തിക്കുന്ന, നിക്കാഹ് കഴിക്കുന്ന പണ്ഡിത പുരോഹിത പരീക്ഷകൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു. സ്ത്രീധനത്തിന്റെ 5% വാങ്ങുന്ന മുസ്ലിം പള്ളികൾ ഇസ്ലാമിന്റെ പേരിൽ ചെകുത്താന്മാരായി നിലനിൽക്കുന്നു. സ്ത്രീധനം വാങ്ങിയ തുക കൊണ്ട് വിസ വാങ്ങി ഗൾഫിലെത്തി ഹറാമായ നരകത്തിന്റെ പണം വാങ്ങി തിന്നുകയും തീറ്റുകയും അതിന്റെ ഒരു ഭാഗം പള്ളിക്കും പള്ളിക്കൂടത്തിനും സ്ഥാപനങ്ങൾക്കും ദാനം ചെയ്യുകയും ചെയ്യുന്ന തട്ടിപ്പുകാരും കപടന്മാരും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു. സഹോദരിമാർ ബലിയാടുകളായി മാറുന്നു. സ്ത്രീധനത്തിന്റെ തുക പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ തലേയാഴ്ച തന്നെ വാങ്ങി, ആ പണം കൊണ്ട് ജ്വല്ലറിയിൽ പോയി പണ്ടം വാങ്ങി, മഹർ വാങ്ങി, എന്നിട്ട് നമ്മളെ എല്ലാവരെയും വഞ്ചിച്ചുകൊണ്ട് ചതിച്ചുകൊണ്ട് മഹർ പെണ്ണിന്റെ വാപ്പയുടെ കയ്യിലേൽപ്പിച്ച് നിക്കാഹ് നടത്തുന്ന കപടവിശ്വാസികൾ, മുനാഫിക്കുകൾ നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കല്യാണത്തിന്റെ വസ്ത്രം, വധുവിന്റെ വസ്ത്രം പുരുഷന്റേതാകണമെന്ന് നിർബന്ധ ബുദ്ധി പിടിക്കുന്നു. തലേയാഴ്ച തന്നെ പെൺകുട്ടിയുടെ അടുക്കൽ ചെന്ന് ചെക്കന്റെ ബന്ധുക്കൾ അളവെടുക്കുന്നു, കുപ്പായത്തിന്റെ അളവെടുക്കുന്നു, എന്നിട്ട് തയ്ച്ച് കല്യാണത്തിന്റെ അന്ന് കെട്ടിപ്പൊതിഞ്ഞു കൊണ്ടുപോകുന്നു. അതുവരെ സ്വന്തമായി ഡ്രസ്സ് മാറ്റിയിരുന്ന പെണ്ണ് അന്ന് ചെറുക്കന്റെ പെങ്ങന്മാരുടെ വകയായി മാറ്റിക്കലിന് വിധേയാകുന്നു. ഒക്കെ കയ്യും കാലില്ലേ തുണിയും പയം മാറ്റാൻ എന്നൊരു മാറ്റിക്കൽ. എന്താണെന്നറിയോ? ആ പണ്ടെങ്ങാനും അവളെ അഴിച്ചു വെച്ചോലാന്ന് വിചാരിച്ചിട്ട്. കപടവിശ്വാസത്തിന്റെ ലക്ഷണം. ആയിരക്കണക്കിന് ഉറുപ്പികയുടെ തുണിയും കുപ്പായവും പുരുഷന്റെ വകയാകണമെന്ന നിർബന്ധ ബുദ്ധി. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ഉറുപ്പിക വിലയുള്ള ആഭരണത്തിന്റെ കാര്യത്തിൽ ഈ വാശി എന്തേ പ്രകടിപ്പിക്കുന്നില്ല? ഒരു ടവല്, അവള് പറയാണ് ഈ ടവൽ എനിക്ക് എന്റെ കൂടെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ പറ്റില്ല, കല്യാണം കഴിഞ്ഞാൽ പിന്നെ പെണ്ണ് നമ്മുടേതാണ്, അതുകൊണ്ട് ഞങ്ങളുടെ ആങ്ങള തന്ന വസ്ത്രം തന്നെ ധരിക്കണം. ആ വാശി എന്താ ആഭരണത്തിന്റെ കാര്യത്തിൽ ഇല്ലാത്തത്? ഈ തരത്തിലുള്ള ചൂഷണ മനസ്ഥിതി രാജ്യത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഫലമോ 10,000-കണക്കിന് പെൺകുട്ടികൾ വിവാഹക്കമ്പോളത്തിന് പുറത്താണ്. സ്ത്രീധനം വലിയ ശാപമാണ്, നാശമാണ്, എല്ലാം നമുക്കറിയാം. അറിയാത്ത യാതൊരു പ്രശ്നവും ഇവിടെയില്ല. സ്ത്രീധനം അനിസ്ലാമികം വാങ്ങരുത്, പ്രോത്സാഹിപ്പിക്കരുത് എന്ന സന്ദേശം കേരളത്തിൽ ആദ്യമായി പ്രചരിപ്പിച്ച മുജാഹിദ് പ്രസ്ഥാനം തീർച്ചയായും സ്ത്രീധനം വാങ്ങാത്ത ഒരുപാട് വിവാഹങ്ങൾ നടത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്.
സ്ത്രീധന വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ മുന്നിൽ നടക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. സ്ത്രീധന വിരുദ്ധ സമരത്തിന്റെ മുന്നണി പോരാളികളായി മാറാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ചിലരെങ്കിലും പ്രസ്ഥാനത്തിനും മനുഷ്യവംശത്തിനും നാണക്കേടുണ്ടാക്കിക്കൊണ്ട് മാനക്കേടുണ്ടാക്കിക്കൊണ്ട് ചുളുവിൽ സ്ത്രീധനം വാങ്ങിയിട്ടുമുണ്ട്. സമുദായത്തോട് മാപ്പ് പറയാൻ സമയമായിരിക്കുകയാണ്. ആരോടാണ് സ്ത്രീധനം വാങ്ങുന്നത്? വിഷത്തിന് പകരം വയസ്സുകാലത്ത് കഷായം നൽകേണ്ട പെണ്ണിനോടാണ് സ്ത്രീധനം വാങ്ങുന്നത്. ആ പെണ്ണിന്റെ പിതാവ് പണക്കാരന്റെ പടിവാതിൽക്കൽ ചെന്ന് മുട്ടിവിളിക്കുകയാണ്, എന്റെ മകളെ കെട്ടാൻ വരുന്ന ചെക്കന് കൊടുക്കുവാൻ പണം വേണമെന്ന് പറഞ്ഞുകൊണ്ട്. അല്ലേ? അമ്മോശനെ കൊണ്ട് തെണ്ടിക്കുന്ന, അമ്മോശനെ കൊണ്ട് പണക്കാരന്റെ പടിവാതിക്കൽ മുട്ടിവിളിപ്പിക്കുന്ന ഈ ക്രൂരമായ സമ്പ്രദായത്തിനെതിരെ പടപൊരുതാൻ, അതിനെതിരെ സ്വയം പൊരുതാൻ തയ്യാറാകേണ്ടിയിരിക്കുന്നു. അവളുടെ കണ്ണുനീരിന്റെ ചുവയാണ് ആ ബിരിയാണിക്കുള്ളത്. അവളുടെ പിതാവിന്റെ വിയർപ്പിന്റെ ഉപ്പുരസമാണ് ആ ഭക്ഷണത്തിനുള്ളത്. ഓക്കാനിക്കാൻ വരുന്നില്ലേ? ഛർദിക്കാൻ തോന്നുന്നില്ലേ? എങ്ങനെയാണ് സ്ത്രീധനം വാങ്ങുന്നവന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ മാനാഭിമാനമുള്ളൊരു മനുഷ്യന് സാധിക്കുക? എന്തുകൊണ്ട് സത്യത്തിന്റെ വചനം പറയാൻ നമുക്ക് സാധിക്കുന്നില്ല? സത്യത്തിലും പുണ്യത്തിലും ഭക്തിയിലും നിങ്ങൾ സഹകരിക്കുവിൻ, പാപത്തിലും ശത്രുതയിലും നിങ്ങൾ സഹകരിക്കാതിരിക്കുവിൻ എന്ന് പടച്ചതമ്പുരാൻ കൽപ്പിക്കുന്നുണ്ട്. ആ കൽപ്പന നമുക്ക് ചെവിക്കൊള്ളാൻ ബാധ്യതയില്ലേ? ഉണ്ട്, തീർച്ചയായും ഉണ്ട്. സ്ത്രീധനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഏറ്റവും വലിയ സ്ത്രീധനം ആഭരണമാണ്. 10 എന്ന് പറയുമ്പോൾ ആദ്യത്തെ 10 വെറും 10,000 രണ്ടാമത്തെ 10 പവനാണ്, 35,000. ഏറ്റവും വലിയ സ്ത്രീധനം ആഭരണമാണ്. സ്ത്രീധനം വാങ്ങാത്ത വിവാഹം ഏതാണ്? പണ്ടമായോ പണമായോ അറയായോ പറമ്പായോ വിസയായോ ജോലിയായോ ജോലി വാഗ്ദാനമായോ പെണ്ണിന്റെ രക്ഷിതാവിന്റെ പക്കൽ നിന്ന് ചോദിച്ചിട്ടോ ചോദിക്കാതെയോ സൂചിപ്പിച്ചിട്ടോ സൂചിപ്പിക്കാതെയോ ഒന്നും സ്വീകരിക്കാതെ പെണ്ണിനെ മാത്രം വിവാഹം കഴിച്ചവൻ ആരോ അവനാകുന്നു സ്ത്രീധനം വാങ്ങാതെ കല്യാണം കഴിച്ചവൻ. എങ്കിൽ അവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണമെന്നെങ്ങാനും ഒരാഹ്വാനമുണ്ടായാൽ നമ്മളിൽ എത്ര പേർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയും? പണം വാങ്ങാതെ പണ്ടം വാങ്ങിയവനാണ് ഏറ്റവും വലിയ സ്ത്രീധനം വാങ്ങിയവൻ. പണവും കൂടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിലപ്പുറമായി. സ്ത്രീധനമൊന്നും ഞങ്ങൾ വാങ്ങിയിട്ടില്ല, പെണ്ണിന്റെ വീട്ടുകാരുടെ വകയായി അറയുണ്ടാക്കി എന്ന് പറയുന്നത് ഏറ്റവും വലിയ സ്ത്രീധനമാണ്. കാരണം 1 ലക്ഷമോ 2 ലക്ഷമോ വേണം. അറയല്ല നമുക്ക് വേണ്ടത്, മുറിയാണ്. അറയും മുറിയും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമാണ്. റൂമുണ്ടാക്കുന്നത് പുരുഷനാണ്, റൂമുണ്ടാക്കുന്നത് കിടക്കാനാണ്, സ്വകാര്യമായി സല്ലപിക്കാനാണ്, സംസാരിക്കുവാനാണ്. എന്നാൽ അറയുണ്ടാക്കുന്നത് പൊങ്ങച്ചത്തിനാണ്. അത് പെണ്ണിന്റെ വാപ്പയുടെ കണ്ണുനീരിന്റെ വകയാണ്. അറ സ്ത്രീധനമാണ്. പുരുഷനുണ്ടാക്കുന്ന റൂം, പുരുഷന്റെ ചെലവിലുണ്ടാക്കുന്ന റൂം, അത് അനുവദനീയമാണ്. ഈ സ്ത്രീധനം വളർന്നതിന്റെ പേരിൽ, ഉള്ളവർ കൊടുത്തതിന്റെ പേരിൽ, കൊടുക്കുന്നവരെ പറ്റിയാണ് ഞാൻ ഇനി പറയുന്നത്. ഉള്ളവർ സ്ത്രീധനം കൊടുത്തതിന്റെ പേരിൽ, ഉള്ളവർ പെൺമക്കൾക്ക് പണ്ടം കൊടുത്തതിന്റെ പേരിൽ, ഉള്ളവർ പെൺമക്കളെ കല്യാണം കഴിക്കുന്ന ചെക്കന്റെ പോക്കറ്റ് പണി കൊടുക്കുന്നതിന്റെ പേരിൽ ഈ രാജ്യത്ത് സ്ത്രീധനം വർദ്ധിച്ചിരിക്കുകയാണ്. സ്ത്രീധനം കൊടുക്കാൻ കഴിവില്ലാത്ത പെൺകുട്ടികളുടെ വിവാഹം മുടങ്ങിപ്പോയതിന് ഉത്തരവാദികൾ സ്ത്രീധനം കൊടുത്തവരാണ്, സ്ത്രീധനം വാങ്ങിയവരാണ്, സ്ത്രീധനം വാങ്ങിയതിനും കൊടുത്തതിനും സഹകരിച്ചവരാണ്. ബാപ്പമക്കൾക്ക് കൊടുക്കുകയല്ല ഇത്. ഇന്നലെ അവൾ മകളായിരുന്നില്ലേ? കല്യാണത്തിന്റെ തലേവർഷം അവർ മകളായിരുന്നില്ലേ? കൊടുത്തോ? ഇല്ല. തലേവർഷം നിങ്ങൾ തന്തയായിരുന്നില്ലേ? കൊടുത്തോ? ഇല്ല. എന്തേ കൊടുക്കാൻ കാരണം? കല്യാണത്തിന് കൊടുക്കാൻ കാരണം അവൾ പെണ്ണായതുകൊണ്ടാ? അല്ല. ഇന്നലെ പിന്നെ ആണായിരുന്നു അവള്. കൊടുത്തത് കല്യാണമായതുകൊണ്ടാണ്. കല്യാണമാകുമ്പോൾ കൊടുക്കുന്ന എന്തടിസ്ഥാനത്തിൽ? കൊടുത്തില്ലെങ്കിൽ അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ അവൾ തല്ലുകൊള്ളേണ്ടി വരും. അഥവാ ആണുങ്ങളെ നിങ്ങൾ അവരെ തല്ലും, ആണുങ്ങളുടെ തന്തമാരെ നിങ്ങൾ മരുമക്കളെ മകന്റെ ഭാര്യയെ തല്ലും, തള്ളമാരെ നിങ്ങൾ മകന്റെ ഭാര്യയെ തല്ലും, കൊല്ലും, മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി കൊല്ലും. അതുകൊണ്ടാണ് ആഭരണം അണിയിച്ചു കൊടുക്കുന്നത്, അതുകൊണ്ടാണ് സ്ത്രീധനം കൊടുക്കുന്നത്. അതിനാൽ സ്നേഹമുള്ള, ദയയുള്ള, വാത്സല്യമുള്ള വല്ലവരും ലോകത്തുണ്ടെങ്കിൽ അവർ പ്രഖ്യാപിക്കണം, പണം വേണ്ട, പണ്ടം വേണ്ട, അറ വേണ്ട, പെണ്ണ് മതി എന്ന്. സ്ത്രീധനം വേണ്ട എന്ന് പറഞ്ഞാൽ ആർക്കാ മനസ്സിലാകുക? ആർക്കും മനസ്സിലാവില്ല. സ്ത്രീധനം വേണ്ട എന്ന് പറഞ്ഞാൽ ആ കാശിന് കൂടി പണ്ടമുണ്ടാക്കി കൊടുക്കണമെന്നേ മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് പണ്ടം വേണ്ട, പണം വേണ്ട എന്ന് പറയാൻ പണ്ടം അഴിപ്പിച്ചു വെച്ച് പുരുഷന്റെ വകയായി പണ്ടമുണ്ടാക്കി പെണ്ണിനെ കൊണ്ടുവരാൻ തയ്യാറാകണം. അതാണ് നട്ടലുള്ള മനുഷ്യൻ, തന്റെ ഇടമുള്ള മനുഷ്യൻ. അപ്പൊ മതി പറയും, നമുക്ക് ഒരു വാഴനാര് മതി, സ്വർണ്ണമൊന്നും വേണ്ട.
ആഭരണഭ്രമം ഒഴിവാക്കണം എന്ന് പ്രമേയം പാസാക്കിയവരാണ് മുജാഹിദുകൾ. ഇനി നമുക്കാവശ്യം ആഭരണഭ്രമം ഒഴിവാക്കണമെന്ന പ്രമേയത്തിലെ ഭ്രമം എന്ന പദം ഒഴിവാക്കുകയാണ്. അപ്പോൾ ആഭരണം ഒഴിവാക്കണം. 10 കൊല്ലത്തേക്ക് എല്ലാ സഹോദരിമാരും എല്ലാ മാതാക്കളും എല്ലാ പെങ്ങന്മാരും എല്ലാ ഭാര്യമാരും എല്ലാ പെൺകുട്ടികളും പൂർണ്ണമായും സ്വർണ്ണാഭരണം ഒഴിവാക്കിയാൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ സ്ത്രീധനം 99% ഒഴിവായി കിട്ടും. ആഭരണം അനുവദനീയമല്ലേ? ശരിയാണ്. പനിച്ചു പറക്കുന്ന രോഗിയോട് ഡോക്ടർ പറയാണ് കുളിക്കരുത്. അപ്പോൾ രോഗി ചോദിക്കുക, കുളി അനുവദനീയമല്ലേ? രോഗാതുരമായ ഈ സമൂഹത്തോട് ഡോക്ടർ പറയുന്നു, നിങ്ങൾ ആഭരണം ഒഴിവാക്കണം. ആഭരണം അലങ്കാരമാണ്. ശരിയാണ്. പെയിന്റ് അടിക്കാൻ വേണ്ടി ആരെങ്കിലും കടപ്പാടം വിൽക്കലുണ്ടോ? പെയിന്റ് അടിക്കാൻ വേണ്ടി ആരെങ്കിലും പറമ്പ് വിൽക്കലുണ്ടോ? പെയിന്റ് അടിക്കാൻ വേണ്ടി ആരെങ്കിലും പണയം വെച്ച് പലിശക്ക് കടം വാങ്ങലുണ്ടോ? ഇല്ല. ആഭരണം അലങ്കാരമാണ്, പെയിന്റ് പോലെ, തോരണം പോലെ, അല്ലേ? എന്നാൽ നമ്മുടെ നാട്ടിലെ സ്ഥിതി ഏതാണോ? ആഭരണം ഇന്ന് അലങ്കാരമല്ല, അഹങ്കാരമാണ്. ആഭരണം അനുവദനീയമാണ്, പക്ഷെ ഇന്നത് നിർബന്ധമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആഭരണമില്ലെങ്കിൽ പെണ്ണിന് കല്യാണമില്ല. എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ പെൺകുട്ടികളുടെ കല്യാണം നടക്കുന്നില്ല? സ്ത്രീധനം കൊടുക്കാൻ കഴിവില്ലാത്തത് കൊണ്ട്. ഏറ്റവും വലിയ സ്ത്രീധനം ആഭരണമാണ്. അതിനാൽ ആഭരണം ധരിച്ചു നടക്കുന്ന സ്ത്രീകളാണ്, ആഭരണം ധരിക്കാൻ കഴിവുള്ള സ്ത്രീകളാണ് ആഭരണം ധരിക്കാൻ കഴിവില്ലാത്ത പെൺകുട്ടികളുടെ കല്യാണം മുടക്കുന്നത്. അതിനാൽ ഈ രാജ്യത്തെ സ്ത്രീകളെക്കുറിച്ച്, അവിവാഹിതകളായ സഹോദരിമാരെ പറ്റി പാവം എന്ന് പറയാൻ തോന്നുന്നുവെങ്കിൽ പാവങ്ങളുടെ പാവത്തരം മാറ്റാൻ നമ്മൾ എന്തു ചെയ്തു എന്നതാണ് ചോദ്യം. അതിനാൽ അതിനുവേണ്ട ശ്രമങ്ങളാണ് നടത്തേണ്ടത്. എന്തുകൊണ്ട് സ്ത്രീധനം വാങ്ങുന്നു? നാടൻ ഗ്രാമങ്ങളിൽ ചെറുപ്പക്കാർക്ക് പറയാനുള്ളത്, ചെറുപ്പക്കാരുടെ തന്തമാർക്ക് പറയാനുള്ളത്, കള്ളന്മാരായ ദല്ലാളിമാർക്ക് പറയാനുള്ളത്, കല്യാണത്തിന് ചെലവുണ്ട് എന്നാണ്. അപ്പൊ പെണ്ണിന്റെ വീട്ടിൽ ചെലവില്ലേ? ഉണ്ട്. അതാര് വഹിക്കും? ഓള് തന്ത. നിന്റെ വീട്ടിലെ കല്യാണത്തിന് ചെലവോ? അതും ഓള് തന്ത. ശപ്പൻ അല്ലേ? പെണ്ണിന്റെ വാപ്പാന്റെ കാശ് വാങ്ങിയിട്ട് നമുക്ക് ബിരിയാണി വെച്ച് തരാം. എന്നിട്ട് ആ ബിരിയാണി തിന്നാൻ പോകുന്ന ഉളുപ്പില്ലാത്ത നമ്മളും, അല്ലേ? എങ്ങനെ ദഹിക്കുന്നു? എന്തുകൊണ്ട് നമുക്ക് വയറിന് അസുഖം പിടിവിടുന്നില്ല? മനസാന്നിധ്യമില്ലാത്ത ഭക്ഷണമാണത്, അല്ലേ? ശരി, കല്യാണത്തിന് ചെലവില്ല എന്ന് പ്രഖ്യാപിക്കുവാൻ നമ്മൾ തയ്യാറാകണം. മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളോട് പറഞ്ഞു. 42 സംഘടനകൾ കൂടി യോഗം ചേർന്ന് വിവാഹം ലളിതമാക്കാൻ 9 നിർദ്ദേശങ്ങൾ വെച്ചു. അതിലൊന്ന്, വിവാഹത്തിന്റെ സമയം മാറ്റണം, 4 മണിക്കാക്കണം. അതാ, ഉച്ചക്ക് നിങ്ങളുടെ വീട്ടിലൊരാൾ വിരുന്ന് വന്നാൽ ചോറ് കൊടുക്കണം, 60 രൂപ വേണം. 4 മണിക്കൊരാൾ വീട്ടിൽ വന്നാൽ ചായയും ബിസ്ക്കറ്റ് കൊടുക്കണം, 6 രൂപ വേണം. 60 നിന്ന് 6 മാറ്റം. ആയിരക്കണക്കിന് ആളുകളെ വിളിക്കാം, ഉച്ചയ്ക്ക് ശേഷം ഉറങ്ങാം, 4 മണിക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാം. തലേന്ന് രാത്രി ഉറക്കൊഴിക്കണ്ട, പന്തല് വേണ്ട, തോരണം വേണ്ട, മേശ വേണ്ട, കസേര മാത്രം മതി. ചായയും ബിസ്ക്കറ്റുമാകുമ്പോൾ 2 കൈയും പ്രവർത്തനത്തിലാകും. എന്നാൽ പായസമാക്കിയാൽ കടിയും കുടിയും കൂടി ഒരൊറ്റ കൈയിൽ മതി, 1 കൈ ഫ്രീ ആകാം. 60 നിന്ന് 6 ദൂരം. ചോറ് കൊടുത്തൂടെ? ശരിയാണ്. രാത്രിയായിരുന്നു പണ്ട് കല്യാണം. ഉച്ചക്കാക്കിയതിന്റെ അസൗകര്യങ്ങൾ ധാരാളം ഉണ്ടായതുകൊണ്ട് രാത്രിയിൽ നിന്ന് ഉച്ചയിലേക്ക് മാറ്റാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ഉച്ചയിൽ നിന്ന് 4 മണിയിലേക്ക് മാറ്റുവാൻ നമുക്ക് പ്രയാസമില്ല. ഭക്ഷണം കൊടുക്കലല്ല ഇത്. ഭക്ഷണം കൊടുക്കണമെന്ന പടച്ചതമ്പുരാന്റെ കൽപ്പന പാവപ്പെട്ടവർക്കുള്ളതാണ്. പണമുള്ള, ഭക്ഷണം കഴിക്കാൻ വകയുള്ള, ജോലിയുള്ള, അന്നത്തെ ഭക്ഷണത്തിന്റെ വക കീശയിലുള്ള ഒരാൾക്ക് നമ്മൾ കല്യാണത്തിന് ചോറ് കൊടുത്താൽ ഭക്ഷണം കൊടുത്തു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അത് സൽക്കരിച്ചു എന്നാണ്. സൽക്കാരവും ഭക്ഷണ സദ്യയും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമാണ്. ഒരു ഗ്ലാസ് വെള്ളമായാലും, ഒരു കൊച്ചു പുഞ്ചിരിയായാലും, ഒരു സ്വീറ്റായാലും അത് സൽക്കാരമാണ്. സദ്യയാകണമെങ്കിൽ ഭക്ഷണം തന്നെ വേണം. ഭക്ഷണം കൊടുക്കേണ്ടത് പാവങ്ങൾക്കാണ്, അഗതികൾക്കാണ്, അനാഥകൾക്കാണ്, പട്ടിണി കിടക്കുന്നവർക്കാണ്. ഖുർആൻ ഇസ്ലാം എന്ന് പറഞ്ഞ ഭാഗങ്ങളെല്ലാം ശ്രദ്ധിക്കുക. അതെല്ലാം പണമില്ലാത്തവർക്കാണ്, പട്ടിണിക്കാർക്കാണ്, നാശരില്ലാത്തവർക്കാണ്. അപ്പോൾ വിവാഹത്തിലെ സൽക്കാരത്തിനാണ്, സദ്യക്കല്ല പ്രാധാന്യം. സൽക്കാരത്തിന്റെ വിഷയം വ്യക്തമാണ്. ശ്രീനാരായണ ഗുരുദേവൻ കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഇന്ത്യയിലെ ലോകത്തെ ഏറ്റവും വലിയ മഹാനാര് എന്ന ചോദ്യത്തിന് നമുക്ക് പറയാനുള്ള ഉത്തരം ശ്രീനാരായണ ഗുരുദേവൻ എന്നാണ്. അദ്ദേഹം പറഞ്ഞത് 10 ആളിലധികം ഒരു കല്യാണത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്നാണ്. എന്താ ആള് കൂടുന്നതിനോട് അദ്ദേഹത്തിന് വിരോധം ഒന്നുമില്ല. എല്ലാ മനുഷ്യന്മാർക്കും വിവാഹം സുസാധ്യമാകണം, ലളിതമാകണം, എളുപ്പമാകണം. 5 ആള് ആണിന്റെ ഭാഗത്തുനിന്നും
5 പെണ്ണിന്റെ ഭാഗത്തുനിന്നും, വേണമെങ്കിൽ ഒരു പുരോഹിതനും. 10 അണയിലധികം ശവസംസ്കാര ക്രിയകൾക്ക് ചെലവഴിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം നിഷ്കർഷിക്കുകയുണ്ടായി. ബാക്കി വരുന്ന പണം ബാങ്കിലിടാനോ വ്യവസായങ്ങൾക്ക് ഉപയോഗിക്കുവാനോ അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി. ആ വിപ്ലവകാരിയുടെ അനന്തരാവകാശ ഷീട്ടും കയ്യിലിട്ട് നടക്കുന്ന നമ്മുടെ പ്രവർത്തകന്മാർ, നമ്മുടെ സഹോദരന്മാർ എവിടെ കിടക്കുന്നു എന്ന് ചിന്തിക്കുക. ഏറ്റവും നല്ല വിവാഹം ഏറ്റവും ചെലവ് കുറഞ്ഞതാണെന്ന് പഠിപ്പിക്കുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഏറ്റവും നല്ല വിവാഹം അത്യാവശ്യം ചെലവേറിയതാണ്, ഭക്ഷണം കൊടുക്കുന്നതാണ്, സദ്യയുള്ളതാണ്, സൽക്കാരമുള്ളതാണെന്ന് വിചാരിക്കുന്നു നമ്മളിൽ ബഹുഭൂരിപക്ഷം ജനങ്ങളും. ഏറ്റവും നല്ല പെണ്ണിന്റെ സ്വഭാവം മഹർ ലളിതമാക്കലാണെന്ന് പഠിപ്പിക്കുന്നു മുഹമ്മദ് നബി. എന്നാൽ മഹർ കൂട്ടലാണ് നല്ലത് എന്ന് നമ്മളിൽ പലരും വിചാരിക്കുന്നു. 3000 രൂപ വരുമാനമുള്ള മനുഷ്യൻ 10,000-ന്റെ 20,000-ന്റെ മഹർ കൊടുക്കുന്നു. സ്നേഹമാണോ? പാവപ്പെട്ട 10,000 പട്ടിണിയുമായി പരിവട്ടവുമായി തൊഴിലില്ലാതെ ചോർന്നൊലിക്കുന്ന കുരകളിൽ കഴിയുമ്പോൾ, കീറിയ വസ്ത്രം ധരിക്കുമ്പോൾ, ഒരു ഹാർട്ട് ഓപ്പറേഷൻ 1.25 ലക്ഷം രൂപ കിട്ടാതെ രോഗിയായി മരിക്കുമ്പോൾ, അവർക്ക് കൊടുക്കുവാൻ വകയില്ലാതെ, അവർക്ക് കൊടുക്കുവാൻ താല്പര്യമില്ലാതെ, ഈ പുതുതായി അന്ന് മാത്രം കല്യാണം കഴിക്കുന്ന തലയാഴ്ച മാത്രം ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്നപ്പോൾ കണ്ട ആ കുട്ടിയോടുള്ള സ്നേഹം പാലിക്കുവാൻ വേണ്ടി 3 പവന്റെ 4 പവന്റെ 5 പവന്റെ 10 പവന്റെ മഹറുമായി പോകുന്നു. എന്താണിത്? ബുദ്ധിയുണ്ടോ? വിവേകമുണ്ടോ? തന്റെ ഇടമുണ്ടോ? മതമുണ്ടോ? പ്രമാണമുണ്ടോ? ഏറ്റവും നല്ലത് ഏറ്റവും ലളിതമായ മഹറാണെന്ന് അത് മുഹമ്മദ് നബി എന്ന പറഞ്ഞത്. ഉമർ ഖത്താബ് പിന്നീട് പറഞ്ഞത് സ്വീകരിക്കാത്തതിന്റെ പേരിൽ ഗൾഫ് നാടുകളിൽ പെൺകുട്ടികൾ അനുഭവിക്കുന്ന കഷ്ടപ്പാട്, ആണുങ്ങൾ കല്യാണം കഴിക്കാൻ വൈകുന്ന തത്രപ്പാട്, അതിന്റെ ഫലമായി ഉണ്ടാകുന്ന വേദനകൾ പ്രസക്തമാണ്. മാസങ്ങൾക്ക് മുമ്പ് UAE-യിലെ ഒരു പത്രത്തിൽ ഒരു വാർത്ത ഞാൻ കാണുകയുണ്ടായി. 27 വയസ്സിലപ്പുറം പ്രായമുള്ള അവിവാഹിതകളായ അറബി പെൺകൊടികൾ ചേർന്നൊരു സംഘടനയുണ്ടാക്കിയിരിക്കുന്നു. കല്യാണം കഴിയാത്ത പെണ്ണുങ്ങൾ, 27 മുകളിൽ പ്രായമുള്ള പെണ്ണുങ്ങൾ, പെട്രോ ഡോളറിന്റെ നാട്ടിൽ അങ്ങനെ 10,000-കണക്കിന് പെണ്ണുങ്ങൾ സംഘടനയുണ്ടാക്കിയിരിക്കുന്നു. എന്താ അവരുടെ പണി? വേദനിക്കുന്ന, നൊമ്പരപ്പെടുന്ന, നെടുവീർപ്പുള്ള, കരച്ചിൽ വരുന്ന ഒരു കത്തവർ തയ്യാറാക്കിയിരിക്കുന്നു. ആ കത്തവർ പോസ്റ്റ് ചെയ്യുന്നു. ആർക്ക്? ഭാര്യമാർക്ക്, ഭർത്താക്കന്മാരുള്ള ഭാര്യമാർക്ക്, വിവാഹ ജീവിതത്തിന്റെ സുഖസൗന്ദര്യങ്ങളിൽ ലയിക്കുന്ന ഭാര്യമാർക്ക് ഞങ്ങളെ കൂടി നിങ്ങളുടെ സുഖത്തിൽ പങ്കാളികളാക്കണം എന്ന് പറഞ്ഞുകൊണ്ട്, ബഹുഭാര്യാത്വത്തിന്റെ മഹിതമായ ഒരു സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ട് ആ സഹോദരിമാർ, ഒരു സാധാരണ പെൺകുട്ടി സ്വാഭാവികമായ നിലയിൽ ഇത്തരമൊരു പദവി ആഗ്രഹിക്കുമോ? ഇല്ല. പിന്നെയോ കാത്തിരിപ്പിന്റെ പ്രതീക്ഷയുടെ മുഴുവൻ നാളുകളും അസ്തമിച്ച ശേഷം നിരാശയുടെ പടുകുഴിയിലേക്ക് താഴാൻ പോകുന്ന പെൺകുട്ടി ഒരു പുൽക്കടി കണ്ടെത്തുകയാണ് ബഹുഭാര്യത്വത്തിലൂടെ. 2ാം ഭാര്യയാകാൻ, 3ാം ഭാര്യയാകാൻ, 4ാം ഭാര്യയാകാൻ തയ്യാറാവുകയാണ്. എന്തിന്റെ പേരിൽ? ജീവിതം നഷ്ടപ്പെടാതിരിക്കാൻ, ജീവിതം നഷ്ടമാകാതിരിക്കാൻ. നോക്കൂ, ഈ അവസ്ഥ വന്നത് മഹർ വർദ്ധിച്ചതുകൊണ്ടാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു, മഹർ കുറക്കണം. ശരി, സ്ത്രീധനം, അതിന്റെ കരാളമായ ഹസ്തങ്ങൾ നമ്മളെ വരിഞ്ഞു മുറുകിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമാണ് വീട് വലുതാക്കൽ. പെൺകുട്ടികളെ കെട്ടിക്കുവാനാണ് വീട് വലുതാക്കുന്നത് പലരും. നമ്മളിൽ പലരും ഇവിടേക്ക് വന്നത് പെങ്ങളെ കെട്ടിക്കുവാനാണ്, മകളെ കെട്ടിക്കുവാനാണ്. വർഷാവർഷങ്ങളായി ജീവിതം തൊലച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പയ്യനെ കല്യാണം കഴിക്കുവാൻ കിട്ടണമെന്ന മോഹത്തിന്റെ പേരിലാണ്. ചെറുപ്പം മുതൽ ജനിക്കുമ്പോൾ തന്നെ പെൺകുട്ടികൾക്ക് ആഭരണം അണിയിക്കുന്നത് വരെ വലുതാകുമ്പോഴേക്കും ഒരു തുകക്കുള്ള ആഭരണമുണ്ടാകണമെന്ന ആവശ്യത്തിന് വേണ്ടിയാണ്. സഹോദരങ്ങളെ, ഈ വേദനക്ക്, ഈ വിഷമത്തിന് പരിഹാരമുണ്ടാക്കേണ്ടിയിരിക്കുന്നു. എവിടം കൊണ്ട് തുടങ്ങണം? ആര് തുടങ്ങണം? ആര് ഇത് തുടർന്നു കൊണ്ടുപോകണം? ഇല്ല, പുറത്തുനിന്ന് ആരും ഇനി വരാനില്ല. നമ്മൾ തന്നെയാണ്. വ്യവസ്ഥിതിയെ കുറ്റം പറയുന്നു നമ്മൾ. ആരാണ് വ്യവസ്ഥിതി? നമ്മൾ തന്നെയാണ് വ്യവസ്ഥിതി, മറ്റാരുമല്ല. സമൂഹത്തെ കുറ്റം പറയുന്നു. ആരാണ് സമൂഹം? നമ്മൾ തന്നെയാണ്. അതിനാൽ ഒരു സമരത്തിന്, ഒരു പോരാട്ടത്തിന്, ഒരു സംഘട്ടനത്തിന് നമ്മൾ തയ്യാറാകണം. സ്ത്രീധനത്തിനെതിരെ ഒരു പടപ്പുറപ്പാട് അവിചാരിതമായി, അല്ലെങ്കിൽ അവിവേകം കൊണ്ട്, സമ്മർദ്ദം കൊണ്ട്, നിർബന്ധം കൊണ്ട്, സാമ്പത്തിക ദുർമോഹം കൊണ്ട്, പണമായോ പണ്ടമായോ മറ്റോ സ്ത്രീധനം വാങ്ങിപ്പോയ വല്ലവരും ഈ സദസ്സിലുണ്ടോ? മടക്കിക്കൊടുക്കണം. ഒരു ദിർഹമും ഒരു ദീനാറും ഇല്ലാത്ത, ഒരു ദിർഹമും ദീനാറും ഉപകാരപ്പെടാത്ത ഒരു പരലോകം വരാനിരിക്കുന്നു. മുക്കറയിടുന്ന ഒട്ടകവുമായി, ശബ്ദമുണ്ടാക്കുന്ന ആട്ടിൻകുട്ടിയുമായി, കട്ടെടുത്ത പണത്തിന്റെ 70 ഇരട്ടി ഭാരവുമായി പരലോകത്ത് ഹാജരാകേണ്ട രംഗം വരാൻ പോകുന്നു. അന്ന്
ഒന്നും ഉപകരിക്കുകയില്ല. അതിനു മുമ്പായി അതിൽ നിന്ന് പിന്മാറണം, ഒഴിവാകണമെന്ന് മുഹമ്മദ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നു. അതിനാൽ സ്ത്രീധനം തിരിച്ചു കൊടുക്കുന്നൊരു ക്യാമ്പയിൻ വെക്കാൻ, പരസ്യമായി സ്ത്രീധനം തിരിച്ചു കൊടുക്കുന്നൊരു പ്രസ്ഥാനം ആരംഭിക്കാൻ ഈ ചുണക്കുട്ടികളെ ഞാൻ ആഹ്വാനം നൽകുകയാണ്. ഇനിമേൽ ഒരു പെൺകുട്ടി പോലും കരയരുതെന്ന്, ഇനിമേൽ ഒരു പെൺകുട്ടി പോലും വേദനിക്കരുതെന്ന്, വിഷമിക്കരുതെന്ന്, ഇനിമേൽ ഒരു പെൺകുട്ടിയുടെ രക്ഷിതാവ് പോലും തണ്ടരുതെന്ന് നമ്മൾ തീരുമാനമെടുക്കണം. ഇനിമേൽ ഈ രാജ്യത്ത് സ്ത്രീധനം കൊടുക്കാൻ വകയില്ലാത്തതിന്റെ പേരിൽ മാത്രമായി ഒരു പെൺകുട്ടി പോലും കന്യാസ്ത്രീയായി പോകരുതെന്ന്, സ്ത്രീധനം കൊടുക്കാൻ വകയില്ലാത്തതിന്റെ പേരിൽ മാത്രമായി ഒരു പെൺകുട്ടി പോലും വേശ്യാലയത്തിൽ എത്തിപ്പെടരുതെന്ന് നമ്മൾ തീരുമാനമെടുക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും നമ്മുടെ തീരുമാനം വലിയ സ്വാധീനങ്ങൾക്ക് വിധേയമാവുക തന്നെ ചെയ്യും, സംശയമേതുമില്ല. വീടില്ലാത്ത, കിടപ്പാടമില്ലാത്ത 10,000-കണക്കിന് ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. സ്വപ്നങ്ങളും സങ്കല്പങ്ങളും ജീവിതത്തിന്റെ ദാഹമോഹങ്ങളും പങ്കുവെച്ചുകൊണ്ട് അടച്ചുറപ്പുള്ളൊരു മുറിയിൽ കിടന്നുറങ്ങാൻ സൗഭാഗ്യമില്ലാത്ത ഭാര്യാഭർത്താക്കന്മാർ നമ്മുടെ രാജ്യത്തുണ്ട്. സഹോദരങ്ങളെ, ഭൂമി ഇടുങ്ങിയതാണോ? അല്ല. ഇനിയും വിശാലമായി കിടക്കുന്ന ഒരുപാട് സ്ഥലം നമ്മുടെ ലോകത്തുണ്ട്. പക്ഷേ നമ്മൾ കിടക്കുന്നത്, നമ്മൾ കളിക്കുന്നത്, നമ്മളുടെ വീടുകൾ വെക്കുന്നത് എല്ലാം നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് തന്നെയാണോ? ഒരു റൂമിന് എത്ര വലുപ്പം വേണം? നമ്മുടെ ശരീരത്തിന്റെ വലുപ്പത്തിന് അപ്പുറത്തും ഇപ്പുറത്തും എത്ര വിശാലമായ കട്ടില് വേണം? നമ്മുടെ റൂമിന് എത്ര വലുപ്പം വേണം? നമ്മുടെ ബാത്റൂമിന് എത്ര വലുപ്പം വേണം? നമ്മുടെ വീടിന് എത്ര വില വേണം? നമ്മുടെ വീട്ടിൽ എത്ര മുറികൾ വേണം? നമുക്കെത്ര മുറ്റം വേണം? ചിന്തിക്കുക. നമ്മൾ മനുഷ്യരാണ്, ഇത്തിരിപ്പോന്ന മനുഷ്യരാണ്. ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടിജാലങ്ങളിൽ ഇത്തിരിപ്പോന്ന മനുഷ്യനാണ്, അല്ലേ? നമുക്കെത്ര സ്ഥലം വേണം? നമുക്കെത്ര ഭക്ഷണം വേണം? വയറ് നിറക്കാനല്ലേ പറ്റൂ? അതിനപ്പുറം പറ്റുമോ? ഇല്ല. കിടക്കാൻ എത്ര വലിയ കട്ടിൽ വേണം? ആലോചിച്ചു നോക്കുക. ഭീമാകാരമായ കൊട്ടാരങ്ങൾ, കൊട്ടകൊത്തളങ്ങൾ, ബംഗ്ലാവുകൾ കെട്ടി അതിനു മുകളിൽ അടയിരിക്കുന്ന ഭൂതങ്ങളായി, കാവൽ ഭൂതങ്ങളായി മാറുവാനാണോ? $1 കഷ്ടപ്പാട് നിറഞ്ഞ കണ്ണുനീരിൽ കുതിർന്ന സന്യാസത്തിന്റെ നിരാശയിൽ കുതിർന്ന പണം കോൺക്രീറ്റ് കൊട്ടാരങ്ങൾ കെട്ടുവാൻ വേണ്ടി ചെലവഴിക്കുകയാണോ നമ്മുടെ സമൂഹം ചെയ്യേണ്ടത്? വീടില്ലാത്തവർക്ക് വീട് കൊടുക്കാൻ ഒരു പുതിയ ഭൂദാന പ്രസ്ഥാനം ഈ രാജ്യത്ത് ആരംഭിക്കണം. നമ്മുടെ പറമ്പിൽ നിന്ന്, നമ്മുടെ സ്വന്തം പറമ്പിൽ നിന്ന് അർഹതപ്പെട്ടവർക്ക്, അവശർക്ക്, വീടില്ലാത്തവർക്ക് വീട് വെക്കാൻ ഒരു ഇഞ്ച് സ്ഥലം കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. 15-20 സെന്റ് കൈവശമുള്ളവന് ഒരു 2 സെന്റ് കൊടുക്കുവാൻ ഒരു പ്രയാസവുമില്ല. ഏക്കറുകൾ, ഹെക്ടറുകൾ, എസ്റ്റേറ്റുകളുള്ള ധാരാളം ആളുകൾ ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ഇതാ എന്റെ മുമ്പിൽ പലരെയും ഞാൻ കാണുന്നു. അവരുടെ അതിരുകൾ കാക്കാൻ പറ്റുന്ന ചില ആളുകളെങ്കിലും പുനഃപ്രതിഷ്ഠിക്കുവാൻ പറ്റുന്ന വിധത്തിൽ അല്പം പാവപ്പെട്ട മനുഷ്യർക്ക് വീട് വെച്ചു കൊടുക്കുവാനുള്ള സ്ഥലം കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ആധാരത്തിൽ സ്ഥലമുണ്ട്. പക്ഷേ മനസ്സിലാണ് സ്ഥലം വേണ്ടത്. അതുണ്ടോ? എങ്കിൽ കൊടുക്കാൻ തയ്യാറാകണം. നിങ്ങൾ പ്രഖ്യാപിക്കണം. നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ, നിങ്ങളുടെ നാട്ടിൽ തന്നെ, നിങ്ങളുടെ പരിചയത്തിലും അനുഭവത്തിലും തന്നെ വീടില്ലാതെ വിഷമിക്കുന്ന ധാരാളം ആളുകളുണ്ട്. നിങ്ങൾ സെലക്ട് ചെയ്യൂ. ഒരു കുടുംബത്തിനൊറ്റക്ക്, ഒരു വീട്ടുകാർക്കൊറ്റക്ക് ഒരു വീട് വെക്കാനുള്ള സ്ഥലം കൊടുക്കാനില്ലേ? 3 അയൽപ്പക്കക്കാർ കൂടി തീരുമാനിക്കൂ. 3 അയൽപ്പക്കങ്ങളുടെയും നടുവിൽ കുറേശ്ശെ സ്ഥലം വിട്ടുകൊടുത്തുകൊണ്ട് ഒരു കൊച്ചു വീട് കഴിയില്ലേ? നിങ്ങൾക്കൊരു കൊച്ചു പൂന്തോട്ടം മാത്രമേ ഉള്ളോ? എങ്കിൽ ചെടികളുടെ പൂന്തോട്ടം പറിച്ചു കളഞ്ഞ് അവിടെ പകരം മനുഷ്യരുടെ പൂന്തോട്ടം വെച്ച് പിടിപ്പിക്കണം. പാവപ്പെട്ട ഒരു മനുഷ്യന്റെ കുട്ടികൾ അവിടെ ചിത്രശലഭങ്ങളെ പോലെ പറന്നു കളിക്കട്ടെ. അങ്ങനെ പടച്ചവനെ, നിന്റെ അടുക്കൽ സ്വർഗത്തിൽ എനിക്കായൊരു വീട് പണിയണേ എന്ന് പ്രാർത്ഥിക്കുവാനെങ്കിലുമുള്ള അവകാശം നമ്മൾ നേടിയെടുക്കണം. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കാൻ പിരിവെടുക്കുകയല്ല വേണ്ടത്. അവനവന്റെ ധനത്തിൽ നിന്ന്, അവനവന്റെ പറമ്പിൽ നിന്ന് അതിന് ഉള്ള അവസരങ്ങൾ ഒരുക്കണം. ഒരു പുതിയ ഭൂദാന പ്രസ്ഥാനം ഈ രാജ്യത്ത് ആരംഭിക്കേണ്ടതുണ്ട്. നമ്മുടെ സമൂഹത്തിൽ രോഗം കൊണ്ട് വലയുന്ന ധാരാളം ആളുകളുണ്ട്. അർഹമായ ചികിത്സ ലഭിക്കാതെ, അർഹമായ ആവശ്യമായ മരുന്ന് ലഭിക്കാതെ, കിട്ടിയ മരുന്നുകൾ കുറച്ചു മാത്രം ഉപയോഗിച്ച് ജനൽപ്പാളിക്കടിയിലും കട്ടിലിനടിയിലും അവിടെയും ഇവിടെയൊക്കെ പാത്തുവെക്കുന്ന സാമ്പത്തിക നഷ്ടത്തെപ്പറ്റി പല ചിന്ത പോലുമില്ലാത്ത പല സഹോദരങ്ങളുമുണ്ട്. അതിനിടയിലാണിത്. ഹൃദ്രോഗികൾ, ഹൃദയത്തിന്റെ വാൽവിന് തകരാറ് പറ്റി ഒരു ഓപ്പറേഷന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ,
ലക്ഷക്കണക്കിന് ഉറുപ്പിക വേണ്ടിവരുന്ന ചികിത്സക്കാർ. അതിനിടയിലാണ് നമ്മുടെ വിവാഹ മാമാങ്കങ്ങൾ നടക്കുന്നത്. ജയലളിതയുടെ വിവാഹ മാമാങ്കത്തെപ്പറ്റി, നൂറ്റാണ്ടിലെ വിവാഹത്തെപ്പറ്റി എതിർക്കുന്നവരെ, വിമർശിക്കുന്നവരെ പാപം ചെയ്യാത്തവർ കല്ലെറിയണം. കോടിക്കണക്കിന് ഉറുപ്പിക എങ്ങനെയോ സമ്പാദിച്ചവരാണ് ലക്ഷങ്ങൾ ചെലവഴിച്ചത്. ആയിരങ്ങൾ സമ്പാദിച്ച നമ്മൾ എത്രക്കാ കല്യാണം കഴിക്കുന്നത്? 3000 രൂപ മാത്രം വരുമാനമുള്ള, മാസവരുമാനമുള്ള ഒരു പയ്യനാണ് 10,000-ന് 25,000-ന് കല്യാണം കഴിച്ചത്, അല്ലേ? ചെലവാക്കിയത് 3000 വരുമാനമുള്ളവൻ 25,000 ചെലവാക്കി കല്യാണം കഴിക്കുന്നുവെങ്കിൽ കോടിക്കണക്കിന് ഉറുപ്പിക വരുമാനമുള്ള പണക്കാർ ലക്ഷക്കണക്കിന് ഉറുപ്പിക കല്യാണം കഴിച്ചതിനെ എതിർക്കുവാൻ, വിമർശിക്കുവാൻ ആർക്കാണ് അവകാശം? ആർക്കവകാശം? അതുകൊണ്ട് നമ്മളിൽ നിന്ന് ആരംഭിക്കണം. ഒരാൾക്ക് ഒരു വീട് വെക്കണോ, നമ്മൾ തീരുമാനിക്കുക കല്യാണം ചെറുതാക്കാമെന്ന്. നമ്മുടെ നാട്ടിൽ അടുത്തടുത്ത വീടുകളിൽ കല്യാണങ്ങൾ ഒരേ ദിവസം നടക്കുന്നു. അവിടേക്കും ഇവിടേക്കും ഓടി നടക്കുകയാണ് കല്യാണത്തിന് പോയി ഭക്ഷണം കഴിക്കാൻ. ഒരു നാട്ടിലെ വിവാഹം ഒന്ന് ഏകീകരിച്ചുകൂടെ? ഒരു പ്രദേശത്തെ വിവാഹം ഒന്ന് ഏകീകരിച്ചുകൂടെ? ഇടവകകൾ, ക്ഷേത്ര കമ്മിറ്റിക്കാർ, വികാരിമാർ, പള്ളിക്കാരണവന്മാർ എല്ലാവരോടും കൂടി പ്രഖ്യാപിച്ചുകൂടെ നമ്മുടെ നാട്ടിലെ ഇന്ന ദിവസമായിരിക്കും ഈ മാസത്തെ കല്യാണമെന്ന്? കുറെ വിവാഹങ്ങൾ ഒരുമിച്ച് കൂട്ടിക്കൂടെ? നമ്മൾ തന്നെയല്ലേ പങ്കെടുക്കാനുള്ളത്? നമ്മൾ തന്നെയല്ലേ പോകാനുള്ളത്, തിന്നാനുള്ളത്? ശരി, ഒരു മാറ്റത്തിന് നമ്മൾ തയ്യാറാകണം. കരൾ പറിച്ചു കൊടുക്കുവാനുള്ള തയ്യാറെടുപ്പ് നമുക്കുണ്ടാകണം. ആഭരണങ്ങൾ ഒഴിവാക്കി കൊടുക്കാൻ, വിറ്റുകൊടുക്കാൻ, പാവപ്പെട്ടവരെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇതിനൊക്കെ തന്നെ അന്യരെ ആശ്രയിക്കുന്ന പരിപാടിയല്ല വേണ്ടത്. സംഖ്യ സംഭരിക്കുമ്പോൾ അവനവനെ എണ്ണാതെ മറ്റുള്ളവരെ എണ്ണാൻ ശ്രമിക്കുന്ന ദുഷ്ടബുദ്ധികളെയല്ല നമുക്ക് വേണ്ടത്. അവനവനിൽ നിന്നാണ് തുടങ്ങേണ്ടത്. ഉമർ അൽ ഫാറൂഖിന്റെ ജീവിതത്തിൽ നാം കാണുന്ന ഒരുപാട് രംഗങ്ങളുണ്ട്. മിക്ക സംഭവങ്ങളും രാത്രിയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ തിളക്കമാർന്ന, തെളിച്ചമാർന്ന, ശോഭനമായ സംഭവങ്ങൾ രാത്രികളിലാണ്. എന്താ? അദ്ദേഹം പുറത്തിറങ്ങി നടക്കുകയാണ്. ചിലർ പറയും, പട്ടിണിക്കാരോ ഞങ്ങൾ നാട്ടിലില്ലല്ലോ. വിഷമിക്കുന്നവരേ അതൊക്കെ എന്നോ കഴിഞ്ഞു. എന്നാൽ ഓർക്കണം, വളരെയേറെ വേദനാജനകമായ രംഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒരു വീട്ടിൽ ഒരിക്കൽ ചെന്നു. ഒരു കുട്ടി അങ്ങാടിയിലേക്ക് അവക്കാവശ്യമായ സാധനങ്ങൾ വാങ്ങാൻ പോവുകയാണ്. മടങ്ങി വന്നു. ആ കുട്ടിയുടെ കയ്യിൽ നിന്നൊരു ഷീട്ട് താഴെ വീണു. ഞാൻ എടുത്തു നോക്കി. 5 സാധനങ്ങൾ വാങ്ങിയിരിക്കുന്നു. 5 രൂപ 25 പൈസക്ക്. ചായപ്പൊടി 50 ഗ്രാം, പഞ്ചസാര 25 ഗ്രാം എന്നിങ്ങനെയുള്ള ചെറിയൊരു ലിസ്റ്റ്. ഇത് ഈ ഭൂലോകത്താണ്. ഇത് വാങ്ങാൻ 5.5 രൂപയെങ്കിലും കൈവശമുള്ള ഒരു കുടുംബത്തിന്റെ ചിത്രമാണ്. ഇതുപോലും കൈവശമില്ലാത്ത എത്ര ആളുകൾ കഞ്ഞിവെള്ളത്തിന് വകയില്ലാതെ 2, 3, 4 ദിവസം മുഴുപ്പട്ടിണിയുമായി കഴിഞ്ഞുകൂടുന്ന വലിയ വീട്ടിലെ കൊച്ചു സ്ത്രീകൾ, പുരുഷന്മാർ, എത്രയെത്ര പേർ. അവരുടെ ലോകത്താണ് നാം ജീവിക്കുന്നത്. വിവാഹ മാമാങ്കങ്ങൾ നടത്തുന്നത് അരുത്. ഒരു പുനഃപരിശോധനക്ക്, ഒരു പുനർവിചിന്തനത്തിന് നാം തയ്യാറാകണം. അതുപോലെ നമ്മുടെ സമൂഹത്തിൽ 30, 40, 50 വയസ്സായിട്ടും ഒരു പുരുഷന്റെ അനുവദനീയമായ കരസ്പർശം ലഭിക്കാതെ, ഒരു ദിവസം പോലും ശാരീരികമായ സന്തോഷങ്ങൾ അനുഭവിക്കാൻ സാധിക്കാതെ, ശരീരത്തിന്റെ വികാര വിചാരങ്ങളും ദാഹമോഹങ്ങളും അടക്കാൻ കഴിയാതെ വിവാഹക്കമ്പോളത്തിന് പുറത്തു നിൽക്കുന്ന സ്ത്രീകളുണ്ട്. അവരെ ഒന്ന് കാണാൻ, അവരുടെ വാക്കുകളൊന്ന് കേൾക്കാൻ, അവരുടെ നെടുവീർപ്പിന്റെ ചൂടെന്നറിയാൻ യുവാക്കളെ, സഹോദരങ്ങളെ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. ഭാര്യാഭർത്താക്കന്മാർ ഒന്നിച്ചുകൂടി കഴിയുമ്പോൾ, കുടുംബങ്ങളായി കഴിയുമ്പോൾ, കുട്ടികൾക്ക് ജന്മം നൽകുമ്പോൾ, കുട്ടികളോടൊത്ത് കളിക്കുമ്പോൾ, കുട്ടികളെക്കുറിച്ചുള്ള സ്വപ്ന സങ്കല്പങ്ങളിൽ മുഴുകുമ്പോൾ, ഇങ്ങനെയൊന്നും മുഴുകാൻ സാധിക്കാത്ത, ഒരു പുരുഷനെ കിട്ടാത്ത, ഒരു പുരുഷന്റെ അനുവദനീയമായ കരസ്പർശം ലഭിക്കാത്ത ഈ രാജ്യത്തെ പാവപ്പെട്ട 10,000-കണക്കിന് പെണ്ണുങ്ങളെപ്പറ്റി ഓർക്കാൻ നമുക്ക് സമയം വേണ്ടേ? വിധവകളുണ്ട്, വിവാഹമോചിതകളുണ്ട്. ജീവിതത്തിന്റെ സൗകര്യങ്ങളും ആസ്വാദനങ്ങളും എന്തെന്ന് തൊട്ടറിഞ്ഞ ശേഷം പെട്ടെന്നൊരു നാൾ തന്നെ വിട്ടുപോയ ഭർത്താക്കന്മാരെ കുറിച്ചുള്ള വേദനകളിൽ, യാതനകളിൽ, വിഷമങ്ങളിൽ, ആവലാദികളിൽ പെട്ടുകിടക്കുന്ന സഹോദരിമാർ. ഗൾഫ് നാടുകളിൽ ആക്സിഡന്റുകൾ സാധാരണ സംഭവമാണ്. ചതഞ്ഞരഞ്ഞു പോയ മൃതദേഹങ്ങളെക്കുറിച്ച് ഓർത്ത് വിലപിച്ചിട്ട് വിധവയായി കഴിയുന്ന സഹോദരിമാർ ആദ്യത്തെ 1, 2, 3 വർഷങ്ങളിൽ വിവാഹം തന്നെ വേണ്ട എന്ന് വെക്കുകയും പിന്നീട് ഒരു വിവാഹത്തെപ്പറ്റി ആലോചിക്കുവാൻ ശ്രമിക്കുമ്പോഴേക്ക് തൊലിചുളിയുകയും വർഷങ്ങൾ കടന്നു പോവുകയും ചെയ്യുമ്പോൾ നിരാശയുടെ പടുകുഴിയിൽ വീണുകിടക്കുന്ന ആ അരക്ഷിതരായ പെൺകുട്ടികൾ, സ്ത്രീകൾ,
കുഞ്ഞുണ്ടായതിന്റെ പേരിൽ, കുഞ്ഞുള്ളതിന്റെ പേരിൽ ഏറ്റെടുക്കുവാൻ ആളില്ലാത്തവർ, അതുപോലെ വികലാംഗകൾ നിങ്ങളുടെ കൈ പിന്നിലേക്ക് കെട്ടിവെച്ച് ഒരു കൈ കൊണ്ടൊന്ന് ബെഡ്ഷീറ്റ് വിരിക്കാൻ ശ്രമിക്കൂ, പാന്റ് ഇടാൻ ശ്രമിക്കൂ, ട്രൗസർ ഇടാൻ ശ്രമിക്കൂ, കക്കൂസിൽ പോകാൻ ശ്രമിക്കൂ. അപ്പോഴറിയാം അംഗവൈകല്യത്തിന്റെ വേദന, അതിന്റെ വിഷമം, വികലാംഗങ്ങളുടെ വേദന. വികലാംഗനായ ഒരു പുരുഷന് പൂർണ്ണമായും അംഗലാവണ്യമുള്ള ഒരു സുന്ദരിയെ കിട്ടുവാൻ വലിയ പ്രയാസമില്ല. ഏതെങ്കിലും ഒരു അംഗവൈകല്യമുള്ള ഒരു പെൺകുട്ടിക്ക് ഒരു ഭർത്താവിനെ കൊടുക്കുവാൻ എന്തുണ്ട് മാർഗം? എത്രയെത്ര വികലാംഗകൾ ഇവിടെ തെണ്ടി നടക്കുന്നു. ലോകത്തെങ്ങും പ്രശസ്തയായ വികലാംഗ പ്രവർത്തക വരെ വിവാഹിതയാകാൻ എത്ര കാലം കാത്തിരിക്കേണ്ടി വന്നു നിങ്ങൾ ഓർക്കണം. ഈ സമൂഹത്തിന് മുന്നിൽ മനസാക്ഷിയുള്ള, വികാരമുള്ള, വിചാരമുള്ള മനസ്സ് ഈ സമൂഹത്തിന് മുന്നിലാണ് അവൾ വീൽ ചെയറിലൂടെ യാത്ര പോയിരുന്നത്, അല്ലേ? വികലാംഗകൾ ഇനിയും ധാരാളമുണ്ട്, എമ്പാടുമുണ്ട്. അവരുടെ വേദനകളും അവരുടെ നെടുവീർപ്പുകളും വളരെയേറെ. എത്രയെത്ര പ്രായമേറിയ സഹോദരിമാർ അവരുടെ വിവാഹത്തിന് വേണ്ടി നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കൾക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? എന്തെങ്കിലും ചെയ്യേണ്ടതില്ലേ? ഉണ്ട്, തീർച്ചയായും ഉണ്ട്. ഇങ്ങനെ ചുറ്റുപാടുമുള്ള വേദനകളെപ്പറ്റി, അവരനുഭവിക്കുന്ന യാതനകളെപ്പറ്റി, അവരുടെ പ്രശ്നങ്ങളെപ്പറ്റി നമ്മൾ ആലോചിക്കണം. സംഘടനകൾ ധാരാളമുണ്ട്. എന്നാൽ അവിവാഹിതകൾക്ക് വേണ്ടി, വിധവകൾക്ക് വേണ്ടി, വിവാഹമോചിതകൾക്ക് വേണ്ടി ഒരു സംഘമോ സംഘടനയോ ഇല്ല. അവരുടെ ശബ്ദമായി നിങ്ങൾ മാറണം, അവരുടെ സംഘമായി മാറണം, അവരുടെ സേവകരായി നാം മാറണം. സുഡാനിലെ കഷ്ടപ്പെടുന്ന, നഷ്ടപ്പെട്ട, മരിച്ചുകൊണ്ടിരിക്കുന്ന, പട്ടിണി കിടന്നുകൊണ്ടിരിക്കുന്ന, രോഗം കൊണ്ട് വലയുന്ന ലക്ഷക്കണക്കിന് സഹോദരന്മാരുടെ കഥന നാം കിട്ടും. ഇറാഖിലെ ഓരോ സെക്കൻഡിലും മരിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ കഥ നാം അറിയുന്നു. ഇറാഖിലെ ആശുപത്രികളിൽ പിഞ്ചു കുഞ്ഞുങ്ങൾ ഇന്നുമെന്നും എങ്ങുമെങ്ങും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും. ഇതെല്ലാം നിലനിൽക്കുന്ന ലോകത്താണ് നാം ജീവിക്കുന്നത്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒരു പുനഃപരിശോധനക്ക് ഇനിയും സമയം വൈകിയിട്ടില്ല. അതിനാൽ ഒരു സേവന ജീവിതം നമ്മൾ ഇനിയും ഊർജ്ജസ്വലമായി മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മൾ സേവകരാണ്, ധാരാളം സേവനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, സംശയമില്ല. പക്ഷേ പോരാ, ഇനിയും മുന്നോട്ട് പോകണം. പലപ്പോഴും നമ്മൾ വിഡ്ഢികളായി മാറുന്നു. സേവനവും സഹായവും ദുരുപയോഗപ്പെടുന്നു. എന്താ, ആരെങ്കിലും വല്ലതും ചോദിച്ചാൽ അങ്ങ് കൊടുക്കും. അവരപ്പുറത്തൊന്ന് വീണ്ടും ചോദിക്കും. ഒരു പെൺകുട്ടിയെ കെട്ടിക്കാനെന്നതിന്റെ പേരിൽ 5-6 കൊല്ലമായി ഒരു കുടുംബം പുലർത്തി വരുന്ന കള്ളന്മാർ നമ്മുടെ രാജ്യത്തിലുണ്ട്. എന്താ, മകളെ കെട്ടിക്കാനും പൈസ ചോദിക്കുക, അത് വാങ്ങുക, അതുകൊണ്ട് ജീവിക്കുക, ഇല്ലേ? അതിനാൽ അങ്ങനെ കൊടുക്കുന്നത് നിർത്തണം. പെൺകുട്ടികളെ സഹായിക്കുന്നത്, പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ സഹായിക്കുന്നത് പുണ്യമല്ല, ധർമ്മമല്ല. കാരണം അത് സ്ത്രീധനം കൊടുക്കാൻ സഹായിക്കലാണ്. സ്ത്രീധനം വർദ്ധിക്കുകയാണ്, സ്ത്രീധനത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്, സ്ത്രീധനത്തെ വളർത്തുകയാണ്. എത്രയാ കൊടുക്കേണ്ടത്? 1,00,000, 1,50,000, 1,00,000. എന്താ അങ്ങനത്തെ ഒരു റൗണ്ട് ഫിഗർ വന്നത്? പുരുഷൻ എന്താ വേണ്ടത്? എന്താണോ നിനക്ക് വേണ്ടത്? എന്താ അവന് വേണ്ടത്? 1,00,000. എന്താ ആവശ്യം? 1,00,000. എന്താ ആവശ്യം? ഓന് വേണ്ടത് ഒരു റൂമാണ്, സ്വകാര്യമായി ജീവിക്കാൻ ഒരു റൂം, ഒരു വാതില്, ഒരു ചുമര്, അല്ലേ? ഒരു പായ, തലയണ, അല്ലേ? അപ്പൊ എത്രയ വില? 5,550, 12,050. അതിന്റെ അങ്ങനത്തെ ഒരു സംഖ്യയാണ് വേണ്ടത്. അതാ കൊടുക്കേണ്ടത്. അതാ മുഹമ്മദ് നബി പറഞ്ഞത്. മുഹമ്മദ് നബിയെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന അനുയായികൾ പൊട്ടന്മാരും വിഡ്ഢികളുമായി ചൂഷണത്തിന് വിധേയരാവുകയാണ്. സ്ത്രീകളെ സഹായിക്കാൻ, പുരുഷനെ സഹായിക്കണം, എന്നാലും വിവാഹം നടക്കും. അങ്ങനെ പെൺകുട്ടികളെ കെട്ടിക്കുവാൻ വേണ്ടി പ്രസ്ഥാനമുണ്ടാക്കുന്നവർ അവനവന്റെ ആൺമക്കൾ എന്ത് ചെയ്തു? എന്തുകൊണ്ട് അങ്ങനെ ഒരു ത്യാഗത്തെപ്പറ്റി ചിന്തിച്ചില്ല? അതുകൊണ്ട് അങ്ങനെ ഒരു ത്യാഗത്തെപ്പറ്റി നാം ചിന്തിക്കണം. നമ്മുടെ ആൺകുട്ടികൾക്ക്, നമ്മുടെ അനുജന്മാർക്ക് നമുക്ക് പെണ്ണു വേണം. പെൺകുട്ടികളെ രക്ഷിതാക്കളാണെങ്കിൽ സ്ത്രീധനം കൊടുക്കാൻ കഴിയില്ലാതെ വിഷമിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ട് ഏറ്റെടുത്തുകൂടാ? ചിന്തിക്കണം. സ്ത്രീധനം കൊടുക്കാൻ കഴിവില്ലാതെ നമ്മളെ സമീപിക്കുന്നു പെണ്ണിന്റെ പിതാവ്. അങ്ങനെ ഗൾഫിൽ നിന്ന് സഹായം ഒഴുകുന്നു. ആ സഹായം സ്വീകരിച്ച് പെണ്ണിന്റെ പിതാവ് പെണ്ണിനെ കെട്ടിച്ചയക്കുന്നു. ആ പെണ്ണിന്റെ ആങ്ങള എങ്ങനെയാ കല്യാണം കഴിക്കുന്നത്? മിക്കവാറും സ്ത്രീധനം വാങ്ങിയിട്ടാണ് അവർ കല്യാണം കഴിക്കുന്നതല്ലേ? അപ്പൊ നമ്മൾ ചൂഷിതരല്ലേ? നമ്മൾ തട്ടിപ്പിന് വിധേയരായില്ലേ? സ്ത്രീധനം കൊടുത്ത് പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ച
ആ സ്ത്രീധനം കൊടുക്കുവാൻ നമ്മുടെ പണം വാങ്ങിയ ആ ആങ്ങള സ്ത്രീധനം വാങ്ങിയിട്ടാണ് കല്യാണം കഴിക്കുന്നത്. ആ ആങ്ങള കല്യാണം കഴിക്കുന്ന പെണ്ണിന്റെ പിതാവും സമീപിച്ച് നമ്മളെ തന്നെയല്ലേ, അവർക്കും കൊടുത്തത് നിങ്ങൾ തന്നെയല്ലേ? അല്ലേ? ഈ ഇരട്ടി ചൂഷണത്തിന്, തട്ടിപ്പിന് നമ്മൾ വിധേയരാകണോ? വേണ്ട. ഒരു മാറ്റം ആവശ്യമാണ്. നിങ്ങൾക്ക് ബിരിയാണി തരാൻ നിങ്ങൾ തന്നെ ദാനം നൽകുക, അല്ലേ? ഇതൊരു വിരോധാഭാസമല്ലേ? ഒരു മാറ്റം ആവശ്യമാണ്. ആഭരണത്തിനെതിരെ, ആർഭാടത്തിനെതിരെ, ധൂർത്തിനെതിരെ, സ്ത്രീധനത്തിനെതിരെ ഒരു സമരം. അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കും. സാമ്പത്തിക രംഗത്തിവിടെ നിലനിൽക്കുന്ന ക്രമരാഹിത്യത്തിന്റെ കാരണം സ്ത്രീധനമാണ്. അതിലൊന്ന് എന്താ? പൊടുന്നനവേ ഒരു ദിവസം ലക്ഷക്കണക്കിന് ഉറുപ്പിക ഒരു പുരുഷന്റെ കയ്യിൽ വന്നു ചേരുകയാണ്. ഒരു മാസക്കാലം കൊണ്ട് പെട്ടെന്നൊരു പിതാവിന് ലക്ഷക്കണക്കിന് ഉറുപ്പിക ഉണ്ടാക്കേണ്ടി വരികയാണ്. അങ്ങനെ ജീവാവശ്യങ്ങൾ നിറവേറ്റപ്പെടാതെ കിടക്കുന്നു. രോഗിയായ പിതാവ്, ഹാർട്ട് രോഗിയായ പിതാവ് മകളെ കെട്ടിക്കുവാൻ വേണ്ടിയുള്ള തത്രപ്പാടിൽ അതെല്ലാം മറന്നേ പോവുകയാണ്. 24 സ്ത്രീകളാണ് ഒരു ദിവസം സ്ത്രീധനത്തിന്റെ പേരിൽ കൊല ചെയ്യപ്പെടുന്നത്. അത് ഔദ്യോഗിക കണക്ക്. ആ കണക്കിൽപ്പെടാത്ത എത്രയോ ഉണ്ട്. കുറ്റവാളികൾ നമ്മൾ കൂടിയാണ്. ചേരമ്പാടിയിലെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 14 വയസ്സുകാരിയായ പെൺകുട്ടിയെ അയൽപ്പക്കക്കാർ കൊന്നു. എന്തിന്? ആഭരണം തട്ടിയെടുക്കാൻ. ആരാണ് കൊന്നത്? ഞാൻ പറയുന്നു, അവളുടെ തന്തയും തള്ളയുമാണ് അവളെ കൊന്നത്. എന്തുകൊണ്ട്? ആഭരണം അണിയിച്ച് പറഞ്ഞയച്ചതുകൊണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ കവർച്ച നടക്കുന്നു വീടുകളിൽ, വർഗീയ കലാപമുണ്ടാകുമ്പോൾ കവർച്ച നടക്കുന്നു വീടുകളിൽ. അവർക്ക് തട്ടിക്കൊണ്ടുപോകാൻ, എടുത്തുകൊണ്ടുപോകാൻ പറ്റിയ ആഭരണത്തിന്റെ കൂമ്പാരങ്ങൾ നമ്മുടെ വീടുകളിൽ നിലനിൽക്കുന്നു. ചത്തപണമാണ്. എസ്റ്റേറ്റ് കൊടുത്ത്, തെങ്ങുംതോട്ടം വിറ്റ്, പണ്ടമുണ്ടാക്കി സ്ത്രീധനമായി കൊടുക്കുന്നു. അങ്ങനെ സമൂഹത്തിന്റെ നട്ടല്ലൊടിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആളുകൾ പാപ്പറായി പോകുന്നു. എല്ലാറ്റിനും ഒരു പരിഹാരം ആവശ്യമാണ്. സഹോദരങ്ങളെ, ഈ മനുഷ്യരുടെ കണ്ണീരൊപ്പാൻ, ഇവരുടെ വേദനയകറ്റാൻ, ഇവരുടെ നെടുവീർപ്പകറ്റാൻ, ആശ്വാസവും സാന്ത്വനവുമാകാൻ, പ്രശ്നങ്ങളുടെ പരിഹാരം നൽകാൻ നമ്മൾ തയ്യാറാകണം. നമ്മുടെ ഹൃദയം ദയയുടെ ഓഫീസായി മാറണം. നമ്മുടെ ഹൃദയം പൊങ്ങച്ചത്തിന്റെ, ജാടയുടെ, അഹങ്കാരത്തിന്റെ ഓഫീസാകേണ്ടതില്ല. വീടുണ്ടാക്കുമ്പോൾ ആരുടെയും മനസ്സിൽ ഒരു സുന്ദരമായ വീട് എന്നതോ, ആളറിയാവുന്ന വീട് എന്നതോ, ഷോ എന്നതോ ഉണ്ടാകേണ്ടതില്ല. കല്യാണം കഴിക്കുമ്പോൾ എല്ലാവരും അംഗീകരിക്കുന്ന, എല്ലാവരും ഓർമ്മിക്കുന്ന, എല്ലാവരും പറയുന്ന ഭക്ഷണമാകണമെന്ന് വിചാരിക്കേണ്ടതില്ല. അതിന് പകരം ദയയുടെ ഓഫീസായി മാറണം നമ്മുടെ ഹൃദയം. എവിടെ പോകണം? ഒരു പ്രശ്നപരിഹാരത്തിന് എവിടെ പോകണമെന്ന് ചിന്തിക്കുമ്പോൾ ഇതാ ഞങ്ങളുണ്ട് ഇവിടെ എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അല്ല, ഇന്നയാളുണ്ടെന്ന് പറയാൻ എല്ലാവർക്കും സാധിക്കണം. നിങ്ങളെ സമീപിച്ചാൽ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ എങ്ങനെയെങ്കിലും ശ്രമിക്കുകയെങ്കിലും ചെയ്യുമെന്ന വിചാരം, ബോധ്യം ഈ രാജ്യത്തെ പാവപ്പെട്ടവർക്കുണ്ടാകണം. നമ്മൾ തയ്യാറുണ്ടോ? ബിസ്മിയുടെ പ്രവർത്തനം നടന്ന കാലഘട്ടത്തിൽ ഞാൻ ഓർക്കുകയാണ്, എത്രയെത്ര സഹോദരിമാർ നീറുന്ന, നോവുന്ന, വേദനിക്കുന്ന കത്തുകളാണ് അയച്ചത്. അവർക്ക് വിവാഹം വൈകിയതിന്റെ പേരിൽ വർഷങ്ങൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോൾ, കലണ്ടറുകൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ, നാഴികമണിയുടെ പെൻഡുലം അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ നിരാശയുടെ, നെടുവീർപ്പിന്റെ, വേദനയുടെ വാക്കുകൾ. എത്രയെത്ര കത്തുകൾ. ആങ്ങളമാർ വിവാഹം കഴിച്ചു പോകുന്നു, അനുജത്തിമാർ വിവാഹം കഴിച്ചു പോകുന്നു, അവൾ മാത്രം ബാക്കിയാകുന്നു. അംഗവൈകല്യമുണ്ടായതിന്റെ പേരിൽ 40 കൊല്ലങ്ങളായി വിവാഹത്തിന്റെ മണ്ഡപത്തിലേക്ക് കയറാൻ കഴിയാത്ത ദൗർഭാഗ്യവതികളെപ്പറ്റി. വികലാംഗർ കല്യാണം കഴിക്കുന്നു, വികലാംഗകൾ ബാക്കിയാകുന്നു. അത്തരം സഹോദരിമാർ, അവരുടെ കത്തുകൾ. അതിനാൽ ഇത്തരം കത്തുകൾ കിട്ടാവുന്നൊരു പരുവത്തിലേക്ക് നിങ്ങളും എത്തണം. പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങണം. ഞാൻ സൂചിപ്പിച്ചു ഖലീഫ ഉമറിന്റെ കാര്യം. ഇറങ്ങണം, രംഗത്തിറങ്ങണം. അപ്പോൾ കത്തുകൾ കിട്ടും. അപ്പോൾ തീരുമാനങ്ങൾ ഉണ്ടാകും. പ്രശ്നങ്ങളുടെ പരിഹാരത്തിനെ പറ്റി ചിന്തിക്കും. തീർച്ചയായും നമ്മുടെ സ്വന്തമായ ലോകത്ത്, നമ്മുടെ സ്വന്തമായ പ്രവർത്തന പരിധിയിൽ നിന്നാൽ ഒരിക്കലും ഈ പ്രയാസങ്ങളെപ്പറ്റി മുഴുവനായും ബോധ്യം വരില്ല. ഉമറുൽ ഫാറൂഖ് ഒരിക്കൽ നടന്നു പോവുകയാണ്. ഒരു മരത്തിന്റെ പിന്നിൽ നിന്നൊരു ശബ്ദം. മുഷ്ടി ചുരുട്ടിക്കൊണ്ട്, പല്ലുതുമ്മിക്കൊണ്ട്, വിഷമത്തോടെ, വെപ്രാളത്തോടെ ഒരു മനുഷ്യൻ കടന്നു വരുന്നു. സലാം പറഞ്ഞു. എന്താ പ്രശ്നം? ഒന്നുമില്ല. നിന്നോട് പറഞ്ഞിട്ടെന്താ? ഇയാൾ ചൂടാകുകയാണ്.
അപ്പൊ ഇയാൾ ഇത് ഉമർ ഖത്താബാണെന്ന് ആ മനുഷ്യനറിയില്ല. അപ്പൊ എന്താ പ്രശ്നം? നയത്തിൽ ചോദിച്ചു ഉമർ ഖത്താബ്. പറഞ്ഞു, ഭാര്യ പേറ്റുനോവ് അനുഭവിക്കുകയാണ്, ഞങ്ങൾ ദൂരെ നിന്ന് വരികയാണ്, ആരുമില്ല, ഇതൊക്കെ നിന്നോട് പറഞ്ഞിട്ട് എന്താ? ഉമർ ഖത്താബ് ഓടി. ഇവിടെ നിൽക്ക്, ഞപ്പ് വരാന്ന് പറഞ്ഞു. ഓടി. ഉമർ ഖത്താബ് ഓടുകയാണ്. 1,00,000-ൽ പരം ചതുരശ്ര നാഴിക വിസ്താരമുള്ള സാമ്രാജ്യത്തിന്റെ അധിപനാണ് അദ്ദേഹം. 1000-കണക്കിന് കുടുംബങ്ങൾ, വീടുകൾ അവിടെ പാർക്കുന്നു. അദ്ദേഹം ഒന്ന് വിരലിഞ്ഞൊടിച്ചാൽ, ഒന്ന് മുട്ടിയാൽ തുറക്കുന്ന വാതിലുകളാണത്. പക്ഷേ അദ്ദേഹം അവിടേക്കൊന്നും പോകുന്നില്ല, നേരെ വീട്ടിലേക്ക് ഓടി. ഭാര്യമാരിൽ ഒരാളെ ആത്തിക്കയെ വിളിച്ചു. പഞ്ഞിയും തുണിയും വെള്ളവും ചൂടുവെള്ളവുമായി വന്നു. എന്നിട്ട് ഈ സ്ത്രീയുടെ പെറ്റുനോവെടുക്കാൻ ആവശ്യപ്പെട്ടു. സ്ത്രീ പ്രസവിച്ചു. കുഞ്ഞുമായി ഉമർ ഖത്താബിന്റെ ഭാര്യ മുന്നിലേക്ക് വന്നു. അമീറുൽ മുഅ്മിനീൻ, നിങ്ങളുടെ സഹോദരൻ ഒരു പിതാവായിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇത് ആ രാജ്യത്തിന്റെ, ലോകത്തിന്റെ അധിപതിയാണ്, ഭരണാധിപതിയാണെന്ന് ആ മനുഷ്യന് മനസ്സിലായത്. പറഞ്ഞില്ല, നോട്ടീസ് അടിച്ചില്ല. ഉമർ ഖത്താബ് എന്തുകൊണ്ട് സ്വന്തമായി ചെയ്തു? ആളുകളെ അറിയിച്ചില്ല. ഞാനാണ് കേട്ടത്, ഞാൻ തന്നെ ചെയ്യണമെന്ന വിചാരമാണ്. അദ്ദേഹം എന്തുകൊണ്ട് വേലക്കാരിയെ വിളിച്ചില്ല? ഭാര്യയാണ് വിളിച്ചത്. ആലോചിച്ചു നോക്കണം. ഇതാണ് വേണ്ടത്. അവനവൻ തന്നെ പരിഹരിക്കണമെന്ന വിചാരമാണ് നമുക്കുണ്ടാകേണ്ടത്. നോട്ടീസ് അടിക്കുവാനും റെസീറ്റ് അടിക്കുവാനും പിരിവിന് കത്ത് കൊടുക്കുവാനും അല്ല. പിന്നെയോ ആദ്യമായി അവനവൻ തന്നെ ചെയ്യാനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. ഈ ത്യാഗത്തിന്റെ ബോധം. യർമൂക്ക് യുദ്ധം നടക്കുന്ന രംഗം ഓർക്കുക. കഠോരമായ യുദ്ധം നടക്കുകയാണ്. ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധമാണ് നടക്കുന്നത്. സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നത്. യുദ്ധത്തിൽ മുറിവേറ്റ് പടയാളി മരിക്കാൻ പോവുകയാണ്. വെള്ളം വെള്ളം എന്ന് ദീനദീനമായി നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു ഒരു പടയാളി. വളണ്ടിയർ ഒരു ഗ്ലാസ് വെള്ളവുമായി ആ മനുഷ്യനെ സമീപിക്കുന്നു. അത് കുടിക്കാൻ വളരെ പ്രയാസപ്പെട്ടതെന്ന് ഉണച്ചിറക്കാൻ ശ്രമിക്കുമ്പോൾ തൊട്ടപ്പുറത്തുന്നത് ഒരു ആർത്തനാദം, ദീനദയനീയമായ നിലവിളി, വെള്ളം 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 എന്ന്. അപ്പോൾ ആ പടയാളി അപ്പുറത്തേക്ക് കൊടുക്കുവാൻ പറയുന്നു, അടുത്ത ആൾക്ക് കൊടുക്കുവാൻ പറയുന്നു, അടുത്ത ആൾക്ക് വെള്ളം കൊടുക്കാൻ പറയുന്നു. വളണ്ടിയർ അങ്ങോട്ടോടുന്നു. മെല്ലെ ചാരി ഇരുത്തി വെള്ളം കുടിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ കുറച്ചപ്പുറത്തുനിന്ന് വീണ്ടും ഒരു ദീനദയനീയമായ വിലാപം, വെള്ളം വെള്ളം എന്ന്. അപ്പുറത്തേക്ക് ഓടാൻ പറയുന്നു. അവിടെ ചെല്ലുമ്പോഴേക്ക് ആ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞു. തിരിച്ച് രണ്ടാമത്തെ ആളുടെ അടുക്കലേക്ക് ഓടിയെത്തിയപ്പോഴേക്കും രണ്ടാമത്തെ ആളും മരിച്ചു കഴിഞ്ഞു. ഒന്നാമത്തെ ആളുടെ അടുക്കലെത്തിയപ്പോഴേക്കും ഒന്നാമത്തെ ആളും മരിച്ചു കഴിഞ്ഞു. ആ മനുഷ്യന്മാർ പോയ സ്വർഗത്തിലേക്കാണ് ഞാനും നിങ്ങളും പോകാൻ ഇഹ്റാം കെട്ടിയിരിക്കുന്നത്. സഹോദരങ്ങളെ, ത്യാഗം, ത്യജിക്കുവാനുള്ള ബോധം, മറ്റുള്ളവർക്ക് വേണ്ടി വിഷമിക്കാൻ ഉള്ള ബോധം നമുക്കുണ്ടാകേണ്ടതില്ലേ? ഈ ലോകത്ത് വിഷമിക്കുന്നവരും വേദനിക്കുന്നവരും കഷ്ടപ്പെടുന്നവരും നഷ്ടപ്പെട്ടവരുമുണ്ട്, പട്ടിണി കിടക്കുന്നവരുണ്ട്. അവരുടെ വേദന നാം അറിയണം. അവരുടെ വിഷമം നമ്മുടെ വിഷമമാണ്. അവരുടെ പട്ടിണി നമ്മുടെ പട്ടിണിയാണ്. അവരുടെ മുകളിൽ ചോർന്നൊലിക്കുന്ന വീടുകൾ കീഴെയാണ് അവർ ജീവിക്കുന്നതെങ്കിൽ ആ ചോർന്നൊലിക്കുന്ന ജലത്തുള്ളികൾ നമ്മുടെ തലക്കുമീതെയാണ് ചോർന്നൊലിക്കുന്നത്, വീഴുന്നത് എന്ന് നാം ഓർക്കണം. അവരുടെ പട്ടിണി നമ്മുടെ പട്ടിണിയാകണം. ഈ രാജ്യത്തെ അവിവാഹിതകളുടെ, വിധവകളുടെ, വിവാഹമോചിതകളുടെ വേദന നമ്മുടെ വേദനയാകണം. നമ്മൾ സുഖിക്കുമ്പോൾ, സന്തോഷിക്കുമ്പോൾ, ആഹ്ലാദിക്കുമ്പോൾ ആ അവശരായ വിഭാഗത്തെപ്പറ്റി നമ്മൾ ഓർക്കണം. എന്നിട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കണം. ഒരു പുതിയ ഭുദാന പ്രസ്ഥാനം ഈ രാജ്യത്ത് നടക്കണം. ഒരു പുതിയ ദാന സഹായ സംസ്കാരം വളരണം. ആവശ്യത്തിന് കൊടുക്കാൻ, ആവശ്യത്തിന് ചെലവാക്കാൻ, ആവശ്യത്തിന് തന്നെ ഉപയോഗിച്ചു എന്ന് ഉറപ്പുവരുത്താൻ നമ്മൾ തയ്യാറാകണം. ഒരുപാട് അനാവശ്യങ്ങൾക്ക് വേണ്ടി, ഒരുപാട് ആർഭാടത്തിന് വേണ്ടി, ധൂർത്തിനു വേണ്ടി നമ്മുടെ സമൂഹത്തിൽ പണം ചെലവായിക്കൊണ്ടിരിക്കുന്നുണ്ട്. സത്യമാണ്. നമ്മൾ അയച്ചു കൊടുക്കുന്ന പണം എന്തിനൊക്കെ ചെലവാക്കുന്നു എന്നതിനെപ്പറ്റി ബോധം നമ്മൾ ഉൾക്കൊണ്ടാൽ വളരെ വ്യക്തമാകും. ഇതിനൊന്നും നമുക്ക് അവകാശമില്ല എന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വളരെയേറെ വൈകിപ്പോയിരിക്കുന്നു. തീർച്ചയായും ഒരു മാറ്റത്തിന്റെ മാറ്റൊലി ഇവിടെ ഉയരണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളുടെ കത്തുകളിലൂടെ, നിങ്ങളുടെ കുറിപ്പുകളിലൂടെ, പത്രങ്ങൾക്ക് നൽകുന്ന കുറിപ്പുകളിലൂടെ, നിങ്ങളുടെ സംസാരങ്ങളിലൂടെ, നാവിൽ നിന്ന് നാവിലേക്ക്, കാതോട് കാതോരം ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുവാൻ തയ്യാറാകണം. അങ്ങനെ ദയയുടെ, വാത്സല്യത്തിന്റെ, കരുണയുടെ, സഹായത്തിന്റെ, സേവനത്തിന്റെ ഒരു പാത വെട്ടിത്തുറക്കേണ്ടതുണ്ട്. അങ്ങനെ കണ്ണീരൊപ്പാൻ കൈകോർത്തുകൊണ്ട് നമുക്ക് മുന്നേറാം. പാവം എന്ന് പറയാൻ എളുപ്പമാണ്. പാവത്തിന്റെ പാവത്തരം മാറ്റാൻ ആണ് പ്രയാസമുള്ളത്. ഈ സംസാരിക്കുന്നത് പരിക്കുകളുള്ള ത്യാഗത്തെപ്പറ്റിയാണ്, സുഖതമായ ത്യാഗത്തെപ്പറ്റിയല്ല, ഉള്ളതിന്റെ ബാക്കി ചെലവാക്കുന്നതിനെ പറ്റിയല്ല, ഉറങ്ങിയിട്ട് പിന്നെ എഴുന്നേറ്റ് ചെലവാക്കുന്നതിനെ പറ്റിയല്ല, പിന്നെയോ കരൾ പറിച്ചു കൊടുക്കുന്നതിനെ പറ്റിയാണ്. പടച്ചതമ്പുരാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
വേദനിക്കുന്ന, വിഷമിക്കുന്ന, കഷ്ടപ്പെടുന്ന, കരയുന്ന സഹോദരീ സഹോദരന്മാർക്ക് ആശ്വാസമരുളുവാൻ പടച്ചവനെ നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. ഉള്ളതിൽ നിന്നും ഇല്ലാതെയും ചെലവഴിക്കുവാൻ നീ ഞങ്ങൾക്ക് അനുഗ്രഹമരുളണമേ. മറ്റുള്ളവർക്ക് വേണ്ടി ഉറക്കൊഴിക്കുവാൻ, അധ്വാനിക്കുവാൻ, കഷ്ടപ്പെടുവാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. സ്ത്രീധനത്തിന്റെ എല്ലാവിധത്തിലുള്ള ശല്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തുമാറാകണമേ. ധൂർത്തിൽ നിന്നും, ആർഭാടത്തിൽ നിന്നും, ആഡംബരങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ ഞങ്ങളെ നീ തുണക്കുമാറാകണമേ. പടച്ചവനെ രോഗികളായി വീടുകളിലും ആശുപത്രികളിലും വിഷമിക്കുന്ന, വേദനിക്കുന്ന സഹോദരങ്ങൾക്ക് നീ ശിഫ നൽകണമേ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ വെള്ളപ്പൊക്കവും മാരക രോഗവും മാറാവ്യാധികളും കൊണ്ട് കഷ്ടപ്പെടുന്ന സഹോദരങ്ങളെ സഹായിക്കുവാൻ പടച്ചവനെ നീ ഞങ്ങൾക്ക് കഴിവ് നൽകണമേ. ആ ദുരിതമനുഭവിക്കുന്ന, വേദനിക്കുന്ന, വിഷമിക്കുന്ന ആളുകൾക്ക് സഹിക്കുവാനും ക്ഷമിക്കുവാനുമുള്ള കരുത്ത് നീ നൽകണമേ. അവർക്ക് മാന്യമായ ജീവിതം നൽകുവാൻ നീ അനുഗ്രഹിക്കണമേ. പടച്ചവനെ നല്ല മാർഗത്തിലൂടെ സമ്പാദിക്കാനും സംഭരിക്കുവാനും ചെലവഴിക്കുവാനും നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. നല്ലത് കാണാനും കേൾക്കാനും നീ അനുഗ്രഹം നൽകണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം واغفر لنا يا غافر المذنبين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين. السلام عليكم. സഹോദരന്മാരെ,